എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, പ്രകാശിക്കുന്ന ഭവനങ്ങളേതാണ്? മലക്കുകൾ തേടി വരുന്ന വീടുകളേതാ? അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ലോകത്തുള്ള പള്ളികൾ മുഴുവനും അള്ളാഹുവിന്റെ ഭവനമാണ്. ലോകത്തുള്ള സർവ്വ പള്ളികളും അള്ളാഹുവിന്റെ ഭവനമാണ്. അത് പരിശുദ്ധമായ കഅബാലയം സ്വർഗ്ഗത്തിൽ നിന്ന് കൊണ്ടുവന്ന ഹജറുൽ അസ്വദ് എന്ന് പറയുന്ന കല്ലുകൊണ്ട് അലങ്കരിച്ച ആ പരിശുദ്ധമായ കഅബാലയമാകട്ടെ, ഈ കണ്ണൂർ ജില്ലയിലെ ഏതെങ്കിലും ഒരു ചെറിയ ഒരു സാമ്പി പള്ളിയാകട്ടെ, എല്ലാ പള്ളികളും വലുതാണെങ്കിലും ചെറുതാണെങ്കിലും അള്ളാഹുവിന്റെ ഭവനമാണ്. ആ ഭവനങ്ങൾ മുഴുവനും നാളെ സ്വർഗ്ഗത്തിലാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, അള്ളാഹുവിന്റെ പള്ളി അലങ്കരിക്കേണ്ടത് എങ്ങനെയെന്നറിയുമോ? അള്ളാഹുവിന്റെ പള്ളികൾ പ്രകാശിപ്പിക്കേണ്ടത് എങ്ങനെയെന്നറിയുമോ? മനോഹരമായ കത്തുന്ന ലൈറ്റുകൾ കൊണ്ടല്ല. എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ ഭവനങ്ങൾ പ്രകാശിപ്പിക്കേണ്ടത് എങ്ങനെയെന്നറിയുമോ? സഹാബ, പള്ളിയിൽ ഇബാദത്ത് കൊണ്ടാണ് അലങ്കരിക്കേണ്ടതെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിന്റെ പള്ളികൾ, അല്ലാഹുവിന്റെ വീടുകൾ, ആ വീടുകൾ അല്ലാഹുവെ അലങ്കരിക്കേണ്ടത്, പ്രകാശിപ്പിക്കേണ്ടത് ഇബാദത്ത് കൊണ്ടാണ് എന്ന് മുത്തുനബി എവിടെന്ന് പറഞ്ഞു തരുമ്പോ, പ്രിയമുള്ളവരെ, നമ്മുടെ വീടുകളും അലങ്കരിക്കേണ്ടത് മനോഹരമായ ഗാർഡൻ വെച്ചിട്ടല്ല, ഒരുപാട് കത്തുന്ന ലൈറ്റുകൾ വെച്ചിട്ടല്ല, റിമോട്ടിന്റെ ഗേറ്റ് വെച്ചിട്ടല്ല, പടച്ചവനെ മനോഹരമായ ഗ്രാനൈറ്റുകളും ഫർണിച്ചറുകളും അതാ പെയിന്റ് അടിച്ചിട്ടില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്ന, ഈ ലോകത്തിൽ നിന്ന്, ഭൂമിയിൽ നിന്ന്, ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് മലക്കുകൾ ഇറങ്ങി വരുന്ന ആ പ്രകാശിക്കുന്ന ഒന്നാമത്തെ ഭവനം ഏതെന്നറിയുമോ? അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് 5 നേരം ഹയ്യാല സ്വലാ, ഹയ്യാലൽ ഫലാഹ്, അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ഓരോ ദിവസം 5 നേരം ബാങ്ക് വിളിക്കുന്നു. ഏത് വീടിന്റെ അകത്താണോ സുജൂദ് ചെയ്യുന്നത്, ഏത് വീടിന്റെ അകത്താണോ നമസ്കാരമുള്ളത്, ആ വീട് പ്രകാശിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഏത് വീടിന്റെ അകത്താണോ നമസ്കാരമുള്ളത്, 5 വഖത്ത് ഏത് വീടിന്റെ അകത്താണോ പെണ്ണുങ്ങൾ നിസ്കരിക്കുന്നത്, കൊച്ചുകുട്ടികൾ നിസ്കരിക്കുന്നത്, അല്ലാഹുവേ ആ വീട് തേടിയിട്ട് മലക്കുകൾ ഇറങ്ങി വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, ഈ സദസ്സിലിരിക്കുന്ന വാപ്പമാരോട്, ഉമ്മമാരോട്, ചെറുപ്പക്കാരോട്, എന്റെ പ്രിയമുള്ളവരെ, നിങ്ങൾ നിസ്കരിക്കാത്തവരാണെന്ന് ഞാൻ പറയുന്നില്ല, പടച്ചവനെ, പക്ഷേ നമ്മുടെ വീടിന്റെ അകത്ത് നമസ്കാരം നടക്കുന്നുണ്ടോ? ജീവിതത്തിൽ വല്ലാത്ത പ്രയാസമാണ്, സമാധാനമില്ല, ദുഃഖമാണ്, രോഗമാണ്, കച്ചവടം മുഴുവനും തകർന്ന് തരിപ്പണമാവുകയാണ്, ഒരു സമാധാനമില്ലാതെ പടച്ചവനെ കിടന്നിട്ട് ഉറക്കം വരാതെ പരക്കം വായുകയാണെന്ന് പരാതി പറയുന്നവരെ, എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അതിനൊരു പരിഹാരം പറഞ്ഞു തരുന്നുണ്ട്. എന്തുകൊണ്ടാണ് നിനക്ക് സമാധാനമില്ലാത്തത്? എന്തുകൊണ്ടാണ് നിനക്ക് സമാധാനമില്ലാത്തത്? ഏത് വിഷയത്തിനും പരിഹാരമുണ്ടല്ലോ. ഏത് ഭയാനകമായ, എത്ര സഹിക്കാൻ കഴിയാത്ത വിഷയത്തിനും പരിഹാരമുണ്ടല്ലോ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു, പടച്ചവനെ ഒരു യാത്രയിലാണ്, പടച്ചവനെ മഹാനവറുകൾ ഒരു യാത്രയിലാണ്. അപ്പോഴാണ് തന്റെ പ്രിയപ്പെട്ട സഹോദരൻ മരണപ്പെട്ട വാർത്ത അറിയുന്നത്. തന്റെ കൂടപ്പിറപ്പിനോട് വല്ലാത്ത സ്നേഹമാണ്. ഇബ്നു അബ്ബാസ് തങ്ങൾക്ക് താങ്ങാൻ കഴിയുന്നില്ല. തന്റെ സഹോദരൻ മരണപ്പെട്ടതിന്റെ വേദന താങ്ങാൻ കഴിയുന്നില്ല. തന്റെ വാഹനത്തിന്റെ മുകളിൽ നിന്ന് താഴെ ഇറങ്ങുകയാണ്. ഇബ്നു അബ്ബാസ് തങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാതെ സമയം ഇങ്ങനെ നിൽക്കുകയാണ്. വന്നവരൊക്കെ എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കണമെന്നറിയില്ല. ഇബ്നു അബ്ബാസ് തങ്ങളുടെ കണ്ണിങ്ങനെ നിറഞ്ഞു വിഴുകയാണ്. കുറച്ച് സമയം കഴിഞ്ഞപ്പോ എവിടെ നിന്ന്
പറഞ്ഞു എനിക്കൊന്ന് 2 റക്അത്ത് നമസ്കരിക്കണം, എനിക്കൊന്ന് 2 റക്അത്ത് നമസ്കരിക്കണം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു 2 റക്അത്ത് നമസ്കരിക്കുകയാണ്. എന്നിട്ട് പടച്ചവനെ നമസ്കാരം കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് അതാ കൂടെയുള്ളവരോട് പറയുന്നു നമുക്ക് യാത്ര തുടങ്ങാം. അല്ലാഹുവേ അങ്ങോട്ട് പോകുമ്പോൾ കരഞ്ഞു വിളിച്ചുകൊണ്ട് വേദനിക്കുന്ന മനസ്സുമായി കടന്നുപോയ മനുഷ്യരുണ്ടല്ലോ. നമസ്കാരം കഴിഞ്ഞപ്പോൾ അവിടുത്തെ മുഖത്തിലതാ പടച്ചവനെ ഒരു ചെറിയ സന്തോഷം കാണുകയാ. സ്വഹാബികൾ ചോദിച്ചു നിങ്ങൾക്ക് എങ്ങനെയാണ് ഇങ്ങനെ കഴിയുന്നത്? ഇബ്നു അബ്ബാസ് തങ്ങൾ പറയുകയാണ് ഇസ്തഈനൂ ബിസ്സബ്രി വസ്സലാത്ത്. ഖുർആനല്ലേ മരുന്ന് പറഞ്ഞു തന്നത്, ഖുർആനല്ലേ മരുന്ന് പറഞ്ഞു തന്നത്. എന്റെ പ്രിയമുള്ളവരെ 5 നേരം നമസ്കരിച്ചു കഴിഞ്ഞാൽ അല്ലാഹു ആ മനുഷ്യന് സമാധാനം കൊടുക്കുകയാണ്. ആ മനുഷ്യന്റെ ഹൃദയത്തിന് അല്ലാഹു ധൈര്യം കൊടുക്കുകയാണ്. മുത്തുനബിയല്ലേ പറഞ്ഞത് ഏതെങ്കിലും ഒരു മനുഷ്യൻ 5 വഖത്ത് നമസ്കരിച്ചാൽ അവന്റെ ജീവിതത്തിലെ സർവ്വ പ്രയാസങ്ങൾക്കും സർവ്വ പ്രശ്നങ്ങൾക്കും ഒരേ ഒരു പരിഹാരമേ ഉള്ളൂ. അല്ലാഹുവേ ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ സർവ്വ പ്രയാസങ്ങൾക്കും ഒരു പരിഹാരമേ ഉള്ളൂ. ഏതെങ്കിലും ഒരു മനുഷ്യൻ 5 വഖത്ത് നമസ്കരിച്ചു കഴിഞ്ഞാൽ അവന്റെ സർവ്വ പ്രയാസങ്ങളും അല്ലാഹു മാറ്റി കൊടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ എന്റെ പ്രിയമുള്ളവരെ നമസ്കാരമാണ് ഏകയുള്ള പരിഹാരം, നമസ്കാരമാണ് ഏകയുള്ള പരിഹാരം. പടച്ചവനെ അതുകൊണ്ട് നിന്റെ വീടിന്റെ അകത്ത് നമസ്കാരമുള്ള ഭവനമാക്കൂ, അല്ലാഹുവിനെ സുജൂദ് ചെയ്യുന്ന വീടാക്കൂ, റഹ്മത്തിന്റെ മലക്കുകളെ വിളിച്ചിറക്കുന്ന വീടാക്കൂ, ശൈത്താനിനെയും മക്കളെയും അടിച്ചിറക്കുന്ന ഭവനമാക്കൂ. അവിടെയാണ് സന്തോഷമുള്ളത്, അവിടെയാണ് സമാധാനമുള്ളത്, അവിടെയാണ് കിടന്നാൽ ഉറക്കം വരുന്നത്, അവിടെയാണ് ഭാര്യയും ഭർത്താവും തൃപ്തിപ്പെടാൻ കഴിയുന്നത്, അവിടുത്തെ മക്കളെ നോക്കിയാലാണ് കണ്ണിന് കുളിർമയുള്ളത്, അവിടുത്തെ വസ്തുക്കൾക്കാണ് ബറക്കത്തുള്ളത്. ആ വീട് തേടിയിട്ടാണ് മലക്കുകൾ ഇറങ്ങി വരുന്നത് എന്ന് മുത്തുനബി അവിടെ നിന്ന് പറഞ്ഞു വരുമ്പോ അല്ലാഹുവിന്റെ പള്ളിക്കകത്ത് നിന്ന് ബാങ്ക് വിളിക്കുമ്പോ മഗ്രിബിന്റെയും ഇശാഇന്റെയും ബാങ്ക് വിളിക്കുന്ന സമയത്ത് പോലും നിസ്കരിക്കാതെ ഈ പരിശുദ്ധമായ റമളാനിൽ എത്ര പെണ്ണുങ്ങളാണ് തറാവീഹ് നിസ്കരിക്കുന്നത്? നിങ്ങളെ സമയമില്ലല്ലോ, രാവിലെ മുതൽ വൈകുന്നേരം വരെ പട്ടിണി ഇരുന്നിട്ട് നിസ്കരിക്കാത്ത ഉമ്മ ഈ പരിശുദ്ധമായ റമളാൻ മാസത്തിൽ പോലും മക്കളെ പള്ളിയിൽ പറഞ്ഞു വിടാത്തവരുണ്ട്, തറാവീഹിന് പറഞ്ഞു വിടാത്തവരുണ്ട്, പള്ളിയിൽ പോകാത്തവരുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു ആരാ നിനക്ക് വീട് തന്നത്? ആരാ നിനക്ക് ആരോഗ്യം തന്നത്? ആരാണ് നിനക്ക് പണം തന്നത്? ആരാണ് നിനക്ക് മക്കളെ തന്നത്? ഇതെല്ലാം തന്നത് പടച്ച റബ്ബല്ലേ, ഇതെല്ലാം തന്നത് പടച്ച റബ്ബല്ലേ. എന്തേ തന്ന അല്ലാഹുവിനെ എടുത്തു മാറ്റാൻ കഴിവുണ്ടെന്ന് നീ എന്തേ ഓർക്കാത്തത്? എന്റെ പ്രിയപ്പെട്ട വാപ്പയോട് നിനക്ക് ആരോഗ്യം തന്നത് അല്ലാഹുവാണ്, നിനക്ക് വീട് തന്നത് നിന്റെ കഴിവാണെന്ന് നീ ഒരിക്കലും കരുതരുത്. നല്ല ഒരു വീട് വെച്ചത്, നിന്റെ കടയിൽ കച്ചവടം ഉണ്ടാകുന്നത്, നിന്റെ കയ്യിൽ പൈസ വന്നത്, ഇതെല്ലാം നിന്റെ ബുദ്ധിയും നിന്റെ കഴിവുമല്ല. ഇത് അല്ലാഹു നിനക്ക് നൽകിയിരിക്കുന്ന ഒരു അനുഗ്രഹമാണ്. ഈ തന്ന അല്ലാഹുവിനെ എടുത്തു മാറ്റാനും കഴിവുണ്ട് വാപ്പാ. ലഇൻ ശകർതും ലഅസീദന്നകും വലഇൻ കഫർതും മിൻ അദാബി ലശദീദ്. നമസ്കരിക്കാൻ പള്ളിക്കകത്ത് പോകാത്ത നിന്നെ, നമസ്കരിക്കാൻ പള്ളിയിൽ പോകാത്ത നിന്നെ ആ പള്ളിയുടെ മുന്നിൽ കൊണ്ടുപോയി പിരിവെടുപ്പിക്കാൻ പടച്ച റബ്ബിന് കഴിവുണ്ടെന്ന് നീ മറക്കരുത്. നീ നിസ്കരിക്കാൻ പോകൂല, നീ പള്ളിയിലേക്ക് മക്കളെ പറഞ്ഞു വിടൂല, എങ്കിലും നിന്റെ ഭാര്യയെയും മക്കളെയും അതേ പള്ളിയുടെ മുന്നിൽ കൊണ്ടുപോയി ഇരുത്തിയിട്ട് പിരിവെടുപ്പിക്കാനും പടച്ച റബ്ബിന് കഴിവുണ്ടെന്ന് നിങ്ങൾ മറന്നു പോകരുത്. അതുകൊണ്ട് നിങ്ങളൊക്കെ നിസ്കരിക്കുന്നവരാ, പക്ഷേ നിങ്ങളുടെ ഭാര്യമാര് നിസ്കരിക്കാറുണ്ടോ? നിങ്ങളുടെ ഭർത്താക്കന്മാര് നിസ്കരിക്കാറുണ്ടോ? നീ നൊന്ത് പ്രസവിച്ച മക്കൾ നിസ്കരിക്കാറുണ്ടോ? പ്രിയമുള്ളവര്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞു തരികയാണ്, എല്ലാവർക്കും പ്രായപൂർത്തിയായ ബുദ്ധിയുള്ള എല്ലാ ആണിനും പെണ്ണിനും നിസ്കാരം നിർബന്ധമാ. എന്റെ പ്രിയപ്പെട്ടവരോട് ചോദിക്കട്ടെ, 7 വയസ്സുള്ളവനോട് നമസ്കരിക്കാൻ കൽപ്പിക്കണം, 10 വയസ്സ് ആയിട്ട് നിസ്കരിക്കാത്തവനെ തല്ലണമെന്നാണ്. 7 വയസ്സായവനോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം, 10 വയസ്സായവൻ നിസ്കരിച്ചില്ലെങ്കിൽ തല്ലണമെന്നാണ്. ഈ സദസ്സിരിക്കണ ഏതെങ്കിലും ഒരു വാപ്പ നിസ്കരിക്കാത്തതിന്റെ പേരിൽ മക്കളെ തല്ലിയിട്ടുണ്ടോ? ഒന്ന് ചിന്തിച്ചു നോക്കൂ സ്വന്തം മനസാക്ഷിയോട്. ഉമ്മ, നീ ഇന്നുവരെ നിസ്കരിക്കാത്തതിന്റെ പേരിൽ ഏതെങ്കിലും മക്കളെ നീ തല്ലിയിട്ടുണ്ടോ? എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, നമ്മൾ ആരും തല്ലാറില്ല. 10 വയസ്സല്ല 18 തല്ലൂലല്ലോ. എടാ, സ്വന്തം റൂമിന്റെ അപ്പുറത്ത് കിടക്കുന്നു 18 വയസ്സുകാരെ സുബഹിക്ക് പള്ളിയിൽ പോന്ന് വാപ്പ, അപ്പുറത്ത് കിടക്കുന്നുണ്ട് മുടിയും വളർത്തിയിട്ട് ഒരുത്തൻ, അവന് 19 കഴിഞ്ഞ് 20 കഴിഞ്ഞ് പെണ്ണ് കെട്ടാൻ പ്രായമായി. നീ വിളിച്ചോടത്തോ നിസ്കരിക്കാൻ? എന്റെ സഹോദരിമാര്, നിന്റെ സ്വന്തം മോൾ അടുത്ത റൂമിൽ കിടക്കുന്നു, നീ വിളിക്കോ നിസ്കരിക്കാൻ? നീ എഴുന്നേറ്റിട്ട് സുബഹിക്ക് തഹജ്ജുദും അല്ലാഹുവേ പടച്ചവനെ സുബഹിയും ദിക്റും സ്വലാത്തൊക്കെ സ്വന്തം മക്കൾ അപ്പുറത്ത് കിടന്നുറങ്ങുന്നു, വിളിച്ചുണർത്താത്തതെന്ത്? എന്റെ പ്രിയപ്പെട്ടവരെ, പെൺകുട്ടികളെ കെട്ടിച്ചു വിട്ട് കഴിഞ്ഞാൽ കഴിഞ്ഞെന്നാ നിങ്ങൾ ചിന്തിക്കണേ. എല്ലാരും വിചാരിച്ചിരിക്കുന്നത് മക്കളെ വിവാഹം കഴിച്ചു വിട്ടാൽ ആ മക്കളോടുള്ള ബാധ ആരാ പറഞ്ഞ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പൊന്നാര മകള് അലിയാര് തങ്ങളുടെ കൂടെ മണിയറയ്ക്കകത്ത് കിടക്കുമ്പോ വീടിന്റെ മുന്നിൽ പോയിട്ട് വിളിക്കും, മോളെ ബാങ്ക് വിളിക്കാൻ സമയമായി, മോളെ എഴുന്നേറ്റ് നിസ്കരിക്കുക. ആര്? മുത്തുനബി മുഹമ്മദ് മുസ്തഫ. കെട്ടിച്ചു വിട്ട വീടിന്റെ മോളുടെ വീട്ടിൽ പോയിട്ട് പ്രവാചകൻ വിളിക്കുമായിരുന്നു. നിങ്ങൾ കെട്ടിച്ചു വിട്ട മോളുടെ വീട്ടിൽ നിന്നും പോണ്ട, അടുത്ത റൂമിൽ കിടക്കുമ്പോ ഒന്ന് കതക് തട്ടിയിട്ട് വിളിച്ചാൽ മതി. അതുപോലെ നമ്മൾ ചെയ്യൂല. എങ്കിലും മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, അല്ലാഹുവേ, അവിടുന്ന് രാവിലെ എഴുന്നേൽക്കുകയാണ്. ഒരു വാപ്പയും ഉമ്മയും എങ്ങനെയാകണമെന്ന് ഞാൻ പറഞ്ഞു തരാം. ഒരു വീട്ടിലെ വാപ്പയും ഉമ്മയും എങ്ങനെയാകണമെന്നറിയുമോ? പ്രത്യേകിച്ച് ഒരു വാപ്പ എങ്ങനെയാകണമെന്നറിയുമോ? മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്, മുത്തുനബിയുടെ ചാരത്ത് കിടക്കുന്ന ഉമർതങ്ങളുണ്ടല്ലോ, ആ ഉമർതങ്ങൾ പടച്ചവനെ ബാങ്ക് വിളിക്കുമ്പോ പള്ളിയിൽ പോയി നിസ്കരിക്കുകയല്ല ചെയ്തത്. അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കാ സമയമാകുമ്പോ ഉമർതങ്ങൾ എഴുന്നേറ്റിട്ട് തന്റെ ഭാര്യ വിളിക്കുകയാണ്, തന്റെ പ്രിയപ്പെട്ടവളെ വിളിക്കുകയാണ്. മുത്തുനബി അവിടെ നിന്ന് പറഞ്ഞു, ഭർത്താവ് ഭാര്യ വിളിക്കണം, ഭാര്യ ഭർത്താവിനെ വിളിക്കണം. സുബഹി നമസ്കരിക്കുന്നതിന് വേണ്ടി ഭർത്താവ് തന്റെ ഭാര്യ വിളിക്കണം. എഴുന്നേറ്റില്ലെങ്കിൽ അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, ഒരു ഭാര്യക്കും ഭർത്താവിനും അല്ലാഹു സ്വർഗ്ഗം കൊടുക്കും, ഒരു ഭാര്യക്കും ഭർത്താവിനും അല്ലാഹു സ്വർഗ്ഗം കൊടുക്കും. ഏത് ഭാര്യയും ഭർത്താവും എന്നറിയുമോ? അല്ലാഹുവേ, നമസ്കരിക്കുന്നതിന് വേണ്ടി സുബഹിക്ക് വിളിച്ചിട്ട് എഴുന്നേൽക്കുന്നില്ല, അതാ കിടന്നുറങ്ങുകയാണ്. ആ സമയത്ത് ഒതുവെടുത്തിട്ട് നിന്റെ ശരീരത്തിൽ ബാക്കി വന്ന അതാ വെള്ളത്തുള്ളികളുണ്ടല്ലോ, ആ വെള്ളമെടുത്തിട്ട് ഉറങ്ങുന്ന ഭർത്താവിന്റെ മുഖത്ത്, ഉറങ്ങുന്ന ഭാര്യയുടെ മുഖത്ത് ആ വെള്ളം ഇങ്ങനെ കുടഞ്ഞിട്ട് എഴുന്നേറ്റ് നിസ്കരിക്കു പെണ്ണേ, എഴുന്നേറ്റ് സുബഹി നിസ്കരിക്കുക. ഏതെങ്കിലും ഒരു ഭർത്താവ് തന്റെ ഭാര്യയെ വിളിച്ചുണർത്തിയാൽ, ഏതെങ്കിലും ഒരു ഭാര്യ തന്റെ ഭർത്താവിനെ വിളിച്ചുണർത്തിയാൽ അല്ലാഹു നിനക്ക് സ്വർഗ്ഗം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുണ്ടല്ലോ, തന്റെ പൊന്നാര പ്രിയപ്പെട്ട ഭാര്യയെ വിളിക്കുകയാണ്, ഭാര്യയെ വിളിച്ചുണർത്തുകയാണ്. എന്നിട്ട് തന്റെ റൂമിലേക്ക് പോവുകയാണ്. തന്റെ മക്കളുടെ ചാരത്ത് ചെന്നിട്ട് വിളിക്കുന്ന, മക്കളെ എഴുന്നേക്കടാ, നമസ്കാരം നിങ്ങൾക്ക് നിർബന്ധമാ, എഴുന്നേറ്റ് നിസ്കരിക്കുന്ന പറഞ്ഞിട്ട് ഉമർ തങ്ങൾ അവിടെ നിന്ന് വിളിച്ചുണർത്തുമായിരുന്നു. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തെ നിങ്ങൾ വിളിച്ചുണർത്തണേ, നിങ്ങളുടെ കുടുംബത്തെ നിസ്കരിക്കാ പറയണേ. അങ്ങനെ വിളിച്ചുണർത്തിയാൽ അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? നമസ്കരിക്കാത്ത ഭാര്യക്ക് നീ പ്രതിഫലം പറഞ്ഞു കൊടുക്കണം. നമസ്കരിക്കാത്ത ഭാര്യയോട് അവളോട് പറയണം, അല്ലാഹു തരുന്ന പ്രതിഫലം എന്താണെന്ന്. പെണ്ണെ, നിന്റെ ഭർത്താവ് നമസ്കരിക്കാതെ കിടന്നുറങ്ങുമ്പോ
പറയുമ്പോ ആ ഭർത്താവിനോട് പറഞ്ഞു കൊടുക്കണം, നിസ്കരിച്ചാൽ അല്ലാഹു തരുന്ന പ്രതിഫലം എന്താ? എന്റെ പ്രിയമുള്ളവരെ, ഖുർആനിലെ ഒരായത്ത് ഞാൻ പറഞ്ഞു തരാ. ഇത് നിങ്ങൾ ഇന്നിവിടെ നിന്ന് പഠിച്ചിട്ടോ, ആയത്ത് നിങ്ങൾ പഠിച്ചിട്ടോ, നിസ്കരിക്കാതെ കിടക്കുന്നവരോട് നിങ്ങൾ ഈ ആയത്ത് പറഞ്ഞു കൊടുക്കണേ. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് കിടന്നുറങ്ങുന്ന മക്കൾക്ക് ഓതിക്കൊടുത്ത ആയത്താ. ഓതിക്കൊടുക്കുന്ന വാപ്പയ്ക്കും ആ വാപ്പയുടെ ഭാര്യയ്ക്കും മക്കൾക്കും അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ ഖുർആനാ പറഞ്ഞത്. അല്ലാഹുവിന്റെ ഖുർആനാ പറഞ്ഞത്. ഈ ആയത്ത് ഓരോ വാപ്പയും ഉമ്മയും പഠിക്കാറുള്ളതാണ്. ഏതായത്തെന്നറിയുമോ? വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്കാ നഹ്നു നർസുകുക വൽ ആഖിബതു ലിത്തഖ്വാ. ഈ ആയത്ത് പറഞ്ഞു കൊടുത്ത ഒരു ഹൃദയത്തിന്റെ ഉള്ളിൽ ഒരു കടുക് മണിയുടെ അളവെങ്കിലും ഈമാനുണ്ടെങ്കിൽ എഴുന്നേറ്റ് നിസ്കരിക്കും ബാപ്പാ. അല്ലാഹുവിനെ ഭയമുണ്ടെങ്കിൽ, മരണത്തിൽ വിശ്വാസമുണ്ടെങ്കിൽ, ഖബറിൽ കിടക്കേണ്ടവനാണെന്നുള്ള ചിന്തയുണ്ടെങ്കിൽ, നാളെ പടച്ചറപ്പിന്റെ കോടതിയിൽ ചെന്ന് നിന്നിട്ട് ചെയ്തു പോയത് മുഴുവനും അല്ലാഹു എണ്ണി എണ്ണി ചോദിക്കുന്ന ഒരു ദിവസം വരാനുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ? അല്ലാഹുവിന്റെ അദാബുകൾ കൊണ്ട് നിറച്ച നരകമുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ചാടി എഴുന്നേറ്റ് നിസ്കരിക്കുമോപ്പാ. ഈമാനുള്ള ഭാര്യ, ഈമാനുള്ള മക്കള് ഈ പ്രതിഫലം പറഞ്ഞു കൊടുത്ത ചാടി എഴുന്നേറ്റ് നിസ്കരിക്കും ബാപ്പാ. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് വിളിക്കുന്ന മക്കളെ എഴുന്നേക്കടാ, മക്കളെ എഴുന്നേക്കടാ. വിളിച്ചുണർത്തുന്ന ബാപ്പാ, വിളിച്ചുണർത്തുന്ന ഉമ്മ, നിങ്ങൾക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്കാ. നിങ്ങൾ അവിടെ നിന്ന് പറയുന്ന പൊന്നു മക്കളെ എഴുന്നേക്കടാ, പൊന്നു മക്കളെ എഴുന്നേക്കടാ. എല്ലാവർക്കും ദാരിദ്ര്യം വല്ലാത്ത പേടിയാണ്. ഓരോ മനുഷ്യനും പറയും, ഉസ്താദ് എന്റെ കുടുംബത്തെ ആരാ, ഞാൻ പോയാൽ എന്റെ കുടുംബത്തെ ആരാ നോക്കുന്നത്? അവർക്ക് ഭക്ഷണം കൊടുക്കാൻ ഒരു ദിവസത്തെ അന്നത്തിന് വേണ്ടി കിടന്ന് ഞാൻ പരക്കം പായുകയാണ്. സംസ്കാരം കഥയാക്കുന്നത് കച്ചവടത്തിന്റെ പേര് പറഞ്ഞല്ലേ, നിന്റെ ജോലിയുടെ പേര് പറഞ്ഞല്ലേ. ഒരു 5 മിനിറ്റ് നിന്നെ പടച്ച അല്ലാഹുവിന് മാറ്റിവെക്കാൻ സമയമില്ലാത്തത് നിന്റെ കുടുംബത്തെ പോറ്റാനുള്ള പരക്കം പാച്ചിലല്ലേ. എങ്കിൽ അല്ലാഹു പറയുകയാ, ഏതെങ്കിലും ഒരു മനുഷ്യൻ 5 നേരം നമസ്കരിച്ചാൽ തന്റെ മക്കളെ വിളിച്ചുണർത്തിക്കോ, നമസ്കരിക്കാൻ വിളിച്ചുണർത്തിക്കോ. അല്ലാഹു പറയുകയാ, ലാ നസ്അലുക റിസ്കാ നഹ്നു നർസുകുഹു. അല്ലാഹു പറയുന്നു, നീ ഭക്ഷണം തേടണ്ട. പ്രതിഫലം അല്ലാഹു പറയുകയാ, നിനക്കും നിന്റെ ഭാര്യക്കും മക്കൾക്കും മരിക്കുന്ന കാലം വരെ ഞാൻ ഭക്ഷണം തരാം. ഞാനാണ് റിസ്ക് തരുന്നവൻ, നീയല്ല. അല്ലാഹു പറയുകയാ, ഞാനാണ് ഭക്ഷണം തരുന്നത്, നീ കഷ്ടപ്പെടണ്ട, നീ ഭക്ഷണം തേടിയിട്ട് നടക്കണ്ട, ഞാനാ റിസ്ക് തരുന്നേ. ഞാൻ മരിക്കുന്ന കാലം വരെ നിനക്ക് ഭക്ഷണം തരാമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എനിക്ക് എന്റെ പെണ്ണുപിള്ളയും മക്കളെയും കുറിച്ച് യാതൊരു ഭയവും ഇല്ല. ഞാൻ അവരെ കുറിച്ച് ചിന്തിക്കാറ് തന്നെ ഇല്ല. അവർക്ക് അങ്ങനെ ഭക്ഷണം കൊടുക്കും, എനിക്ക് യാതൊരു ടെൻഷനും ഇല്ല. എന്നോട് അല്ലാഹു പറഞ്ഞു, സുരാജെ നീയും നിസ്കരിക്കണം, നിന്റെ പെണ്ണുപിള്ളയും മക്കളെയും നിസ്കരിക്കാൻ വിളിച്ചുണർത്തണം. അങ്ങനെ ഉണർത്തിയാൽ മരിക്കുന്ന കാലം വരെ തിന്നാനുള്ളത് ഞാൻ തരാം, നീ തേടി നടക്കണ്ട. അല്ലാഹുവല്ലേ പറഞ്ഞേ, അല്ലാഹുവല്ലേ പറഞ്ഞേ. സൂറത്തു ത്വാഹ 135 136 ആയത്ത് എടുത്തു നോക്ക്. അല്ലാഹു പറഞ്ഞു, നീ ഭക്ഷണം തേടി നടക്കണ്ട, ഞാനാടാ റിസ്ക് തരുന്നവൻ, ഞാൻ തരാം. അല്ലാഹു തരാന്ന് പറയുന്നുണ്ട്. പിന്നെ വിശ്വസിക്കലല്ലാതെ വേറെ വഴിയൊന്നും ഇല്ല. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് രാവിലെ എഴുന്നേറ്റിട്ട് കിടന്നുറങ്ങുന്ന ഭാര്യ മക്കൾ എടുത്തിട്ട് പറയണേ, എഴുന്നേക്ക് നിസ്കരിക്കാൻ. ഇല്ല, എടാ മരിക്കുന്ന കാലം വരെ പടച്ചവൻ തിന്നാൻ തരൂടാ, എഴുന്നേക്ക്.
എഴുന്നേക്കടാ മോനെ, ഒരു ടെൻഷനും വേണ്ട. നീ കടയിലിരിക്കുന്നതിനാ? പള്ളിക്കകത്ത് ബാങ്ക് വിളിക്കുമ്പോ ഈ പരിസരത്ത് നീ കടയിൽ കച്ചവടം നടത്തും. എന്തേ പോകാത്ത? കസ്റ്റമർ വന്ന കച്ചവടം നിനക്ക് അല്ലാഹ് അത്ര ചെറുതായി പോയില്ലേ? എടാ നിനക്ക് അല്ലാഹ് അത്രയും നിസ്സാരമായി പോയില്ലേ? ഈ കടയും കച്ചവടം തന്നതാരാ? അല്ലാഹ്. ആ അല്ലാഹ്ക്ക് ഇത് എടുത്തു മാറ്റാൻ കഴിവുണ്ടെന്ന് നീ ചിന്തിക്കാത്ത? ഒറ്റ ദിവസം കൊണ്ട് നിന്നെ യതീങ്ങാനേലാക്കാൻ എന്റെ അല്ലാഹ്ക്ക് കഴിയും. എടാ നിനക്ക് ക്യാൻസർ എന്ന് പറയുന്ന ഒരു രോഗം വന്ന, ഉപ്പ ക്യാൻസർ വന്ന, ഇതെല്ലാം വിറ്റുപറയ്ക്കാൻ മാറുമോ? എന്നിട്ട് നീ പള്ളിയുടെ മുന്നിൽ പോകും ലെറ്റർപേടുമായിട്ട്. എന്തിന്? പിരിവെടുക്കാൻ. പള്ളി നിസ്കരിക്കാൻ പോകാത്ത നിന്നെയും നിന്റെ മക്കളെയും പെണ്ണുങ്ങളെയും കൊണ്ടുപോയി വെള്ളിയാഴ്ച പള്ളിയുടെ മുന്നിൽ. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹ് ആരാ? അല്ലാഹ് ആരാ? ലഇൻ ശകർതും ലഅസീദന്നകും വലഇൻ കഫർതും മിൻ അദാബി ലശദീദ്. പടച്ചവൻ തന്ന വല്ലാത്ത പടച്ചവൻ നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അതുകൊണ്ട് കിടന്നുറങ്ങുന്ന മക്കളോടും ഭാര്യയോടും പറയണം, ഒരു ടെൻഷനും വേണ്ട, ഒരു ടെൻഷനും വേണ്ട. മരിക്കുന്ന കാലം വരെ അള്ളാഹു കഴിക്കാൻ ഭക്ഷണം തരും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഇനി ടെൻഷനുണ്ടോ? ഞാൻ ഖുർആനാ പറഞ്ഞ, ഹദീസൊന്നും പറഞ്ഞില്ല. ഞാൻ ഖുർആനാ പറഞ്ഞേ. ആ ഖുർആനി ഞാനും നിങ്ങളും വിശ്വസിക്കുന്നവരാ. അപ്പൊ അള്ളാഹു തരുമെന്ന് പറഞ്ഞാൽ പടച്ചവൻ തരും. വാക്കു പറഞ്ഞാൽ പാലിക്കാൻ. നമ്മളെ പോലൊന്നും അല്ല, രാഷ്ട്രീയക്കാരെ പോലൊന്നും അല്ല. പറഞ്ഞിട്ട് അങ്ങോട്ട് മാറുമ്പോ തീരാൻ. രണ്ടാമതായിട്ടത് പറഞ്ഞിട്ടും തന്റെ പൊന്നാര മക്കളെ എഴുന്നേക്കുന്നില്ല. വാപ്പ പറയുന്നു, മോനെ എഴുന്നേക്കടാ, പെണ്ണെ എഴുന്നേക്കടി. മരിക്കുന്ന കാലം വരെ അള്ളാഹു നമ്മളെ പട്ടിണിക്കിടൂല. റബ്ബ് നമുക്ക് ദാരിദ്ര്യം തരൂല. നമ്മുടെ അന്നം അള്ളാഹു മുടക്കൂല. എഴുന്നേറ്റിട്ടൊരു 2 റക്അത്ത് നിസ്കരിക്കൂ പെണ്ണേ. മോനെ എഴുന്നേറ്റൊരു 5 മിനിറ്റ് അള്ളാഹു കൊടുക്കടാ. ഇത് പറഞ്ഞിട്ടും തന്റെ പൊന്നാര മക്കൾ എഴുന്നേക്കുന്നില്ലെങ്കിൽ രണ്ടാമതൊരു പ്രതിഫലം പറയണം. വൽആഖിബത്തു ലിത്തഖ്വാ. അവിടെന്ന് ചോദിക്കണം, മോനെ ഒരു നല്ല മരണം വേണോടാ? എടാ ഒരു നല്ല മരണം നിനക്ക് വേണോ? കൊതിയില്ലേടാ പൊന്നു മോനെ? വെള്ളിയാഴ്ച രാവിലെ മരിക്കാറ് എത്രയോ പേര് ചിരിക്കുന്ന മുഖം നീ കണ്ടവനാട്. പുഞ്ചിരിച്ചുകൊണ്ട് കിടക്കുന്ന എത്രയോ പേരുടെ ജനാസ കണ്ടവനാട്. മോനെ കൊതിയില്ലേടാ? അല്ലാഹുവിന്റെ മലക്കുകൾ പടച്ചവനെ, മലക്കുൽ മൗത്തും തന്റെ അനുയായികളും എന്റെയും നിങ്ങളുടെയും മുന്നിലേക്ക് കടന്നു വരുന്ന ഒരു രംഗമുണ്ടല്ലോ. ആകാശ ലോകത്ത് നിന്ന് 70 മുതൽ 70,000 വരെ അല്ലാഹുവിന്റെ മലക്കുകൾ ഇറങ്ങി വരുന്ന ഒരു ദിവസമുണ്ടല്ലോ. ഫകശഫിനാ അൻക ഇതാഅക ഫബസറുകൽ യൗമ ഹദീദ്. കാണേണ്ട താമസം പിടഞ്ഞു വീഴുകയാണ്. മലക്കുകൾ മുഴുവനും പടച്ചവനെ നമ്മുടെ ചുറ്റുഭാഗത്ത് വന്ന് നിൽക്കുകയാണ്. കല്ലാ ഇദാ ബലഗതി തറാഖിയ വകീല മൻ റാഖ് വളന്ന അന്നഹുൽ ഫിറാഖ് വൽതഫതി സാഖു ബിസാഖ് ഇലാ റബ്ബിക യൗമഇദിനിൽ മസാഖ്. അല്ലാഹുവേ, മലക്കുകൾ നമ്മളോട് പറയുകയാണ്, നിന്നെ കൊണ്ടുപോകാമെന്നതാണ്. രക്ഷപ്പെടുത്താൻ ആരെ വേണമെങ്കിലും വിളിച്ചോ, എന്ത് വഴികൾ വേണമെങ്കിലും നീ നോക്കിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് പടച്ചവനെ അവർ എന്റെയും നിങ്ങളുടെയും റൂഹുകൾ അവരുടെ കയ്യിലിരിക്കുന്ന ചാട്ടവാറ് കൊണ്ട് തല്ലി ചതച്ചുകൊണ്ട് റൂഹ് പിടിച്ചെടുത്ത് അത് തൊണ്ടക്കുഴിയിലേക്ക് കടന്നു വരുമ്പോ പറയണ്ടേ, ഉമ്മ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇത് പറഞ്ഞു മരിക്കാൻ കൊതിയുണ്ടോ? പറഞ്ഞിട്ട് മരിക്കാൻ ആഗ്രഹമുണ്ടോ? അള്ളാന്റെ റസൂലല്ലേ പറഞ്ഞത്, ഏതെങ്കിലും ഒരു മനുഷ്യന്റെ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന,
അവന് സ്വർഗത്തിന്റെ അവകാശിയാ. അള്ളയല്ലേ പറഞ്ഞത്, മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ട് മരിക്കുന്നവനാണ് യഥാർത്ഥ വിജയി എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറയുമ്പോ, മക്കള് 10ാം ക്ലാസ്സിൽ 10A+ വാങ്ങാൻ മക്കളുടെ കൂടെ നിൽക്കുന്ന ഉമ്മ, പഠിക്കടാ പഠിക്കടാ എന്ന് നീ നിന്റെ പൊന്നാര മക്കള് പാതിരാത്രി വരെ ഇരുത്തി പഠിപ്പിക്കുന്ന ഉമ്മ, 10A+ വാങ്ങി ജയിക്കുന്നതിൽ കാര്യമില്ല ഉമ്മ. നീ ഈമാനുള്ളവളാണെങ്കിൽ, നീ പരലോകത്തെ വിശ്വസിക്കുന്നവളാണെങ്കിൽ, നീ അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിക്കുന്നവളാണെങ്കിൽ A+ വാങ്ങാനല്ല, ആ പരീക്ഷയ്ക്ക് ജയിക്കാനല്ല നിന്റെ മക്കളെ പറഞ്ഞു കൊടുക്കേണ്ടത്. പിന്നെ എപ്പോഴാണ് വിജയിക്കേണ്ടതെന്നറിയുമോ? കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് വഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ ഫമൻ സുഹ്സിക അനിൻ നാർ വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്. 4 മണിക്ക് എഴുന്നേറ്റ് പഠിക്കാൻ പറയുന്ന ഉമ്മ, 4 മണിക്ക് അഡീഷണൽ ടെസ്റ്റിനും ട്യൂഷനും ഒക്കെ വിടുന്ന ഉമ്മമാര്, മക്കളെ ഒന്ന് വിജയിപ്പിക്കാൻ നീ കിടന്ന് കഷ്ടപ്പെടുന്നതെങ്കിൽ, നീ യഥാർത്ഥത്തിൽ ഒരു ഉമ്മയാണെങ്കിൽ, നിന്റെ മക്കളോട് നീ നൊന്ത് പ്രസവിച്ച ഉമ്മയാണെങ്കിൽ, നിന്റെ മക്കളോട് നിനക്ക് സ്നേഹമുണ്ടെങ്കിൽ, നിന്റെ മക്കളോട് ആത്മാർത്ഥമായിട്ട് നിനക്ക് സ്നേഹമുണ്ടെങ്കിൽ, നീ പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യമുണ്ട്. മോളെ, പ്രസവത്തിന്റെ വേദന പോലും എന്നെ കൊണ്ട് താങ്ങാൻ കഴിഞ്ഞില്ല, പ്രസവത്തിന്റെ വേദന പോലും എന്നെ കൊണ്ട് താങ്ങാൻ കഴിഞ്ഞില്ല, അത് ഭയാനകമായ ഒരു വേദനയാണ്. എങ്കിൽ ഇതിനേക്കാളും വേദന മരണവേദനയ്ക്കാ. മരണത്തിന് വേദനയുണ്ടെന്ന് പറഞ്ഞത് പടച്ചറപ്പാ. അതുകൊണ്ട് മോളെ, ഉമ്മാന് നിന്നെ വല്ലാത്ത ഇഷ്ടമാണ്. അതുകൊണ്ട് ആ മരണവേദനയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി പറഞ്ഞു കൊടുക്കൂ. അതല്ലേ സ്നേഹം, അതല്ലേ സ്നേഹം. നീ മാത്രം സ്വർഗത്തിൽ പോയാ മതിയോ? അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞത്, അദാഖു അൻഫുസകും വഅഹ്ലീകും നാറാ വഖൂദുഹൻ നാസു വൽ ഹിജാറാ. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞത്, നീയും നിന്റെ കുടുംബവും രക്ഷപ്പെടണമെന്നാണ്. അതുകൊണ്ട് നീ മാത്രം രക്ഷപ്പെട്ടാ മതിയോ? ആ മക്കളെയും രക്ഷപ്പെടുത്തേണ്ടേ. അതുകൊണ്ട് നീ മക്കളോട് പറഞ്ഞു കൊടുക്കും, മോളെ, മരണവേദന കുറയണ്ടേ മോളെ, അല്ലാഹു നിനക്കൊരു നല്ല മരണം തരണ്ടേ മോള്. അതാ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു മരിച്ച അവനാണ് യഥാർത്ഥ വിജയെന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുകയാ. അതുകൊണ്ട് അതിനു വേണ്ടി പരിശ്രമിക്കുമോ? അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു നല്ല മരണം വേണോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു നല്ല മരണം വേണോ? ഉസ്താദേ, എന്റെ ഉമ്മ മരിച്ചത് റമദാൻ 17 വെള്ളിയാഴ്ച ദിവസമാണ് പറഞ്ഞുകൊണ്ട് നടക്കുന്ന മുസ്ലിമേ, ഉമ്മ വെള്ളിയാഴ്ച മരിച്ചാ നിനക്കൊന്നും കിട്ടൂല. നിന്റെ വാപ്പ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു മരിച്ചെന്ന് പറഞ്ഞുകൊണ്ട് നടന്നാ നിനക്കല്ല സ്വർഗം തരൂല. വാപ്പയ്ക്കാണ് അല്ലാഹു സ്വർഗം കൊടുക്കുന്നത്. പക്ഷേ നിനക്കും അങ്ങനെ സ്വർഗത്തിൽ പോകണമെങ്കിൽ, നിനക്കും ഒരു നല്ല മരണം കിട്ടണമെങ്കിൽ അത് പണം കൊടുത്ത് വാങ്ങാൻ കഴിയുമോ? നീ അല്ലാഹുവിനോട് പറയുന്നു, പടച്ചവനെ, എന്റെ സ്വർണം മുഴുവനും തരാ, എന്റെ വീടും പറമ്പും മുഴുവനും ഞാൻ തരാ, എനിക്ക് വെള്ളിയാഴ്ച ഒരു മരണം തരണേ അല്ലാ. കൊടുത്തിട്ട് വാങ്ങാൻ കഴിയുമോ പെങ്ങള്? ഒരുപാട് പേര് ആഗ്രഹിച്ചിട്ട് കിട്ടാത്ത ഭാഗ്യവാ, ഒരുപാട് പേര് ആഗ്രഹിച്ചിട്ട് അല്ലാഹു കൊടുക്കാത്തതാണ്. അതുകൊണ്ട് അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, തന്റെ പൊന്നാര മക്കളെയും കുടുംബത്തെയും നമസ്കരിക്കുന്നതിന് വേണ്ടി വിളിച്ചുണർത്തുന്ന വാപ്പാ, അല്ലാഹു നിങ്ങൾക്ക് നല്ല മരണം തരുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ.
ഒരുപാട്. എന്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത്, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, മോനെ നമസ്കരിക്കടാ. ഇന്നതെല്ലാം മറന്നു പോയല്ലോ. എവിടെ നോക്കിയാലും പടച്ചവനെ ഫുട്ബോൾ കളിയാട്, വൈകുന്നേര സമയമായി കഴിഞ്ഞാൽ ഫുട്ബോൾ കളിയാട്. ഈ പരിശുദ്ധമായ റമളാൻ മാസത്തിൽ പോലും തറാവീഹ് നമസ്കാരത്തിന്റെ സമയത്ത് പോലും പടച്ചവനെ അതാ ടിവിയുടെ മുന്നിലിരുന്ന് IPL കാണുന്ന ചെറുപ്പക്കാരാ, അവരെയൊക്കെയാണോടാ സ്നേഹിക്കേണ്ടത്? അതൊക്കെ കാണേണ്ട മാസമാണോടാ ചെറുപ്പക്കാരാ? എന്റെ പ്രിയപ്പെട്ട പൊന്നുമക്കളെ, ഇതെല്ലാം കളയടാ, ഇതെല്ലാം കളയടാ. എന്നിട്ട് പടച്ചറപ്പിന്റെ പള്ളിക്കകത്തേക്ക് നമസ്കരിക്കുന്നതിന് വേണ്ടി കടന്നു പോയാൽ പടച്ചറപ്പ് നിനക്ക് തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? എന്റെ ചെറുപ്പക്കാർക്ക് പഠിക്കാൻ ഞാനൊരു ചരിത്രം പറയാ. ഇന്നെല്ലാവരും ടിക്ടോക്കിന്റെ പുറകിലാണ്. പ്രായമുള്ളവരും കൊച്ചുകുട്ടികൾ വരെ. അല്ലാഹുവേ, ചെറുപ്പക്കാര് മാത്രമല്ല, പിഞ്ചുമക്കൾ മാത്രമല്ല, പ്രായം ചെന്ന ഉമ്മമാര് വരെ ടിക്ടോക്കിന്റെ പുറകിലാണ്. എങ്കിൽ എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, എന്റെ ചെറുപ്പക്കാർക്ക് ഞാനൊരു ചെറുപ്പക്കാരനെ പറഞ്ഞു തരാ. ആരെന്നറിയുമോ? മഹാനായ ഉബൈബ് ഇബ്നു അദി റളിയല്ലാഹു തആല അൻഹു. യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ചെറുപ്പക്കാരനാണ് ഉബൈബ് എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ ചരിത്രം എടുത്ത് വായിച്ചു നോക്കടാ. നിനക്ക് പഠിക്കേണ്ട ചരിത്രവാ പൊന്നുമോന്. ഉബൈബ് റളിയല്ലാഹു തആല അൻഹു അതാ ശത്രുക്കൾ പിടിച്ചു കൊണ്ടുപോയി തൂക്കിക്കൊല്ലുന്നതിന് വേണ്ടി അതാ കയറ്റി നിർത്തിയിരിക്കുകയാണ്. തൂക്കുമരത്തിന്റെ മുന്നിൽ ഹുബൈബ് ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. താഴെ നിൽക്കുന്നവർ മുഴുവനും ഹുബൈബിന്റെ കൂട്ടുകാരാണ്. അതാ ഹുബൈബിന്റെ കളിക്കൂട്ടുകാരാണ്. അവിടെ നിന്ന് ചോദിക്കുന്നു, ഹുബൈബേ, നിന്നെ കൊല്ലാൻ മനസ്സനുവദിക്കുന്നില്ല ഹുബൈബ്. എടാ, എന്തിനാടാ പുതിയ മതം? എന്തിനാട്? അല്ലാഹുവേ, ആ പുതിയ മതം കളഞ്ഞിട്ട് ഇറങ്ങി വാടാ ഹുബൈബ്. നീ പറയുന്ന പെണ്ണിനെ നിനക്ക് ഞങ്ങൾ കൂടെ കിടത്താ. നിനക്കെത്ര പണം വേണമെങ്കിലും ഞങ്ങൾ തരാ. നിനക്ക് ഞങ്ങൾ അധികാരം തരാ. വാടാ ഹുബൈബേ എന്ന് പറഞ്ഞ് ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് ഖുറൈശികൾ വിളിക്കുമ്പോ ഹുബൈബ് പറഞ്ഞു, എനിക്ക് പടച്ചറപ്പിന് മതി, എനിക്ക് അല്ലാഹുവിന്റെ ദീനാണ് വലുത്. അവസാനം അവര് പറഞ്ഞു, ഹുബൈബ്, എങ്കിലും നീ പുതിയ മതം കളഞ്ഞിട്ട് വരണ്ട. മുഹമ്മദിനെ കുറിച്ച് മോശമായിട്ട് എന്തെങ്കിലും ഒന്ന് പറ ഹുബൈബേ. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഞാനതിനും തയ്യാറല്ല. അവസാന ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിനെ കൊല്ലാ സമയമായപ്പോ ശത്രുക്കൾ ചോദിക്കുന്നു, ഹുബൈബേ, നിന്റെ അവസാന ആഗ്രഹം എന്താണ് ഹുബൈബേ? പള്ളിക്കകത്ത് തറാവീഹ് നിസ്കാരം നടക്കുമ്പോ അതാ വടിയിലിരുന്നു കൊണ്ട്, ഏതെങ്കിലും സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് ക്രിക്കറ്റ് കളി കാണുന്ന ചെറുപ്പക്കാരാ, പ്രായം ചെന്ന രോഗം പിടിച്ച വാപ്പമാര് പോലും പള്ളിക്കകത്ത് പടച്ചവനെ തറാവീഹിന്റെ 20 റക്അത്ത് നിസ്കരിക്കുമ്പോ ആ പള്ളിയുടെ പരിസരത്ത് മൊബൈലിൽ കുത്തിക്കൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ പള്ളിക്കകത്ത് പോയാൽ അല്ലാഹുവിന്റെ പള്ളിക്കകത്ത് കയറിയിട്ട് പോലും നിസ്കരിക്കാത്ത ചെറുപ്പക്കാരാ, അവസാനം വിത്തറിന്റെ സമയമാകുമ്പോ ഓടുകയാ. റമളാനിന്റെ 20ാമത്തെ 18 റക്അത്ത് കഴിയുമ്പോ ഓടിച്ചെന്നിട്ട് അത്തഹയ്യാത്തിലിരിക്കുന്ന യുവത്തവേ, എടാ, പ്രായം ചെന്ന വാപ്പമാരുണ്ടടാ പള്ളിക്കകത്ത്, നേരെ നടക്കാൻ കഴിയാത്തവർ, നല്ലതുപോലെ ഒന്ന് കുനിയാൻ കഴിയാത്തവർ, രോഗം പിടിച്ച വാപ്പമാര് പോലും പള്ളിക്കകത്തിരുന്നിട്ട് നിസ്കരിക്കുമ്പോ ആ പള്ളിയുടെ ഹൗദിന്റെ കരയില്, പള്ളിയുടെ 2ാമത്തെ നിലയില്, പള്ളിയുടെ വെളിയില് ബൈക്കിന്റെ മുകളിൽ ഇരുന്നിട്ട് കളിക്കുന്ന യുവത്തവേ, ഉബൈബ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനായ സ്വഹാബിയോട് കൊല്ലാൻ പോകുന്നതിന് മുമ്പ് ശത്രുക്കൾ ചോദിച്ചു, ഹുബൈബ്, നീ ഞങ്ങളുടെ കൂട്ടുകാരനാണല്ലോ ഹുബൈബ്, അതുകൊണ്ട് നിനക്ക് വല്ല അഭിലാഷവുമുണ്ടെങ്കിൽ പറ, നിന്റെ അവസാനത്തെ ആഗ്രഹം ഞങ്ങൾ സാധിച്ചു തരാ. ഉബൈബ് റളിയല്ലാഹു തആല അൻഹു അവിടെന്ന് പറഞ്ഞതെന്തെന്നറിയുവോ? എനിക്ക് 2 റക്അത്ത് നമസ്കരിക്കാൻ അനുവാദം തരുവോ?
എനിക്കും മരിക്കുന്നതിന് മുമ്പ് പടച്ച റബ്ബിന്റെ മുന്നിൽ എനിക്കൊന്ന് തലകുനിക്കണം. അവിടുന്ന് ശത്രുക്കൾ അനുവാദം കൊടുത്തു. ഉബൈബ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് ബുദ്ബെടുത്തിട്ട് 2 റക്അത്ത് നമസ്കരിക്കുകയാണ്. പെട്ടെന്നാണ് നമസ്കരിക്കുന്നത്. ചെറിയ സൂറത്തുകൾ ഓതിയിട്ട് പെട്ടെന്ന് നിസ്കരിച്ചു. എന്നിട്ട് സുജൂദിൽ കിടന്നിട്ട് കരയുന്നു, അല്ലാഹ്, എപ്പോഴും ഞാൻ വലിയ വലിയ സൂറത്തുകൾ ഓതിയിട്ടാണ് ഞാൻ നിസ്കരിക്കാറ്. പടച്ചവനെ, ഇന്ന് ചെറിയ സൂറത്ത് ഓതിയിട്ട് നിസ്കരിക്കാനുള്ള കാരണമെന്ത്? എന്റെ പ്രിയമുള്ളവരെ, വലിയ വലിയ സൂറത്തുകൾ ഓതിയിട്ടാണ് നിസ്കരിക്കേണ്ടത്, അല്ലാതെ ചെറിയ സൂറത്ത് ഓതിയിട്ടല്ല. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, വലിയ സൂറത്ത് ഓതിയിട്ട് നിസ്കരിച്ചാൽ അവന്റെ മരണം അല്ലാഹു എളുപ്പമാക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, ഉമ്മ അറിയുന്നതിൽ വലിയ സൂറത്ത് ഓതിയിട്ട് നിസ്കരിക്കുമ്മ. എന്റെ പ്രിയപ്പെട്ടവര്, അതാ മഹാനായ ഉബൈബ് റളിയല്ലാഹു തആല അൻഹു കരഞ്ഞുകൊണ്ട് പറയുന്നു, നാഥാ, എനിക്ക് നിന്റെ മുന്നിൽ ഒരുപാട് നേരം നിൽക്കണമെന്ന് മോഹമുണ്ട് തമ്പുരാന്. എനിക്ക് നിന്നോട് സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ട് തമ്പുരാന്. അതുകൊണ്ട് ഞാൻ ഇന്ന് ചെറിയ സൂറത്ത് ഓതി നിസ്കരിക്കാനുള്ള കാരണം എന്തെന്നറിയുമോ? എന്റെ നമസ്കാരം നീണ്ടുപോയാൽ ഇവന്മാര് വിചാരിക്കും എനിക്കും മരിക്കാൻ പേടിയാണെന്ന്. എനിക്കും മരിക്കാൻ പേടിയാണെന്ന് ഈ ശത്രുക്കൾ വിചാരിക്കും തമ്പുരാന്. അതുകൊണ്ടാണ് റബ്ബേ ഞാൻ എളുപ്പമങ്ങ് നിസ്കരിച്ചത്. അല്ലാ, എനിക്കിനി നിസ്കരിക്കാൻ കഴിയില്ലല്ലോ എന്ന് പടച്ചവനെ സുജൂദിൽ കിടന്ന് കരഞ്ഞിട്ട് ഹുബൈബ് റളിയല്ലാഹു തആല കഴുകുമരത്തിന്റെ മുകളിലേക്ക് കയറുകയാണ്. ആ കഴുത്തിലേക്ക് കയറെടുത്തിട്ടു. എല്ലാവരും താഴെ നിൽക്കുകയാണ്. ശത്രുക്കൾ മുഴുവനും താഴെ നിൽക്കുമ്പോ ഹുബൈബ് എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ കഴുത്തിലേക്ക് അതാ അവിടുന്ന് കയറെടുത്തിട്ടു. അവിടുന്ന് വിളിച്ചു പറഞ്ഞു, അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്. തൂക്കുമരത്തിൽ കിടക്കുമ്പോ മുത്തുനബിയോട് സലാം പറയുകയാണ്. ശത്രുക്കൾ തന്റെ തൊണ്ടയിലേക്ക്, തന്റെ കഴുത്തിലേക്ക് കയറ് മുറുക്കുമ്പോ ഹുബൈബ് ചിരിക്കുകയാ. ഹുബൈബ് ചിരിക്കുകയാ. അതിന്റെ കാരണമെന്തെന്നറിയുമോ? അതിന്റെ കാരണമെന്തെന്നറിയോ? അല്ലാഹുവിന്റെ മലക്കുകൾ വന്നിട്ട് പറഞ്ഞു കൊടുക്കുന്നു, ഹുബൈബ്, എന്തിനാ ഹുബൈബേ നീ കരയുന്നത്? എന്തിനാ ഹുബൈബേ പേടിക്കുന്നത്? യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയാ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. മലക്കുകൾ പറയുന്നു, ഹുബൈബേ ഒന്ന് നോക്കൂ ഹുബൈബേ. മലക്കുകൾ നിരന്നു നിൽക്കുന്നത് കണ്ടോ ഹുബൈബേ? സ്വർഗത്തിലെ വസ്ത്രം കണ്ടോ ഹുബൈബേ? നിന്നെ സ്വീകരിക്കാനാ. തൂക്കുമരത്തിൽ കിടക്കുമ്പോഴും ചിരിക്കുകയാണ്. അതാ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഹുബൈബ് ഷഹാദത്ത് കലിമ പറഞ്ഞിട്ട് അവിടുന്ന് ചിരിക്കുന്നതോട്, ചിരിക്കുന്ന മുഖത്തോടെ തൂക്കുകയറിൽ കിടന്ന് ആടുന്നത് കണ്ടപ്പോ ശത്രുക്കൾ പോലും അത്ഭുതപ്പെട്ടു എന്ന് ചരിത്രം പറയുമ്പോ, എന്റെ ചെറുപ്പക്കാരാ, ആ ജനാസ എവിടെ നടിച്ചില്ല. ആ ഹുബൈബ് തങ്ങളുടെ ജനാസയുണ്ടല്ലോ, അവിടെ തന്നെ ഇങ്ങനെ കെട്ടി തൂക്കിയിട്ടിരിക്കുകയാണ്. അടിക്കാൻ അനുവദിക്കുന്നില്ല. പടച്ചവന് മുത്തുനബി അവിടെന്ന് പറഞ്ഞു, സ്വഹാബാ, ആരാണ് എന്റെ ഹുബൈബിന്റെ ജനാസ കൊണ്ടുവരുന്നത്? ആരാണ് എന്റെ ഹുബൈബിന്റെ ജനാസ കൊണ്ടുവരുന്നത്? ഒരു ചെറുപ്പക്കാരനായ സ്വഹാബി പറഞ്ഞു, ഞാൻ കൊണ്ടുവരാറുബിയേ. ആ ചെറുപ്പക്കാരൻ ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ജനാസ എടുക്കുന്നതിന് വേണ്ടി കടന്നു പോകുമ്പോ
ആ സ്വഹാബി ഒരു കാഴ്ച കാണുകയാണ്. പടച്ചവനെ, ജനങ്ങൾ മുഴുവനും ഒരുമിച്ച് നിൽക്കുന്നു. അതാ ഒരു പെണ്ണോടി വരികയാണ്. യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ഒരു ചെറുപ്പക്കാരിയായ പെണ്ണുണ്ടല്ലോ, അതാ ഖുറൈശികളുടെ മുന്നിലേക്ക് കടന്നു വരികയാണ്. ഖുറൈശികളുടെ മുന്നിലേക്ക് കടന്നു വന്നു. എന്നിട്ട് സുന്ദരിയായ പെണ്ണ് തന്റെ ശരീരം കാണിച്ചിട്ട് പറയുകയാ, ഈ ഹുബൈബിന്റെ തല എനിക്ക് വേണം, ഈ ഹുബൈബിന്റെ തല എനിക്ക് തരണ്, ഈ ഹുബൈബിന്റെ തല എനിക്ക് വെട്ടിമുറിച്ചു തരണ്. എന്തിനാണെന്നറിയുമോ? അവന്റെ തലയോട്ടിയിൽ കള്ളുടിച്ചു കുടിക്കാനാ. ഈ ഹുബൈബിന്റെ തലയോട്ടിക്കകത്ത് കള്ളുടിച്ചു കുടിക്കാനാണ് ഞാൻ ശപഥം ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഞാൻ എന്നെ തരാ. എനിക്കവന്റെ തലയോട്ടി വേണം, ആ ഹുബൈബിന്റെ തല വേണം. പടച്ചവനെ, ശത്രുക്കൾ മുഴുവനും ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ തല വെട്ടി മുറിച്ചു മാറ്റാ പോകുമ്പോ ഈ സ്വഹാബി ഒരു മരത്തിന്റെ മുകളിൽ കയറുകയാണ്. ഈന്തപ്പന മരത്തിന്റെ മുകളിൽ കയറിയിരുന്നിട്ട് അവിടെ എന്താണ് നടക്കുന്നതെന്ന് നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ആർക്കും ആ ജനാസയുടെ അടുക്കലേക്ക് പോകാൻ കഴിയുന്നില്ല. പെട്ടെന്ന് എന്തോ സംഭവിച്ചതുപോലെ പടച്ചവനെ ആരെയും അവിടെ കാണുന്നില്ല. മരത്തിന്റെ മുകളിൽ നിന്ന് സ്വഹാബി ഇറങ്ങി ഉബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ജനാസ അതാ തൂക്കിയിട്ടിരുന്ന സ്ഥലത്ത് ചെല്ലുമ്പോ ഉബൈബ് തങ്ങളെ കാണുന്നില്ല, അവിടത്തെ ജനാസ കാണുന്നില്ല. കരഞ്ഞു വിളിച്ചുകൊണ്ട് ഇലാ ഹദ്റത്തി റസൂലില്ലാഹ്, ആ സ്വഹാബി ഓടുകയാണ്, മുത്തുനബിയുടെ ചാരത്തേക്ക് ഓടുകയാണ്. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഹുബൈബ് തങ്ങളുടെ ജനാസ കാണുന്നില്ല നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു, സ്വഹാബാ, ഹുബൈബിനെ കബറടക്കി സ്വഹാബാ, ഹുബൈബിന്റെ ജനാസ കബറടക്കി സ്വഹാബാ. അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ 5 നേരം നിസ്കരിക്കുന്ന ചെറുപ്പക്കാരാ, നിന്നെ പോലെ ഹുബൈബ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനോട് അവസാനത്തെ മോഹം എന്താണെന്ന് ചോദിച്ചപ്പോ നിസ്കരിക്കണമെന്ന് പറഞ്ഞ ഹുബൈബ് തങ്ങളെ കബറടക്കിയത് ആരെന്നറിയുവോ? റസൂലുള്ള പറഞ്ഞു, സ്വഹാബാ, അല്ലാഹുവിന്റെ മലക്കുകൾ ഹുബൈബിനെ കബറടക്കി സ്വഹാബാ. 5 നേരം നിസ്കരിക്കുന്ന ചെറുപ്പക്കാരാ, നിന്റെ പ്രായമുള്ളവര് മുടിയും വളർത്തിയിട്ട് റോഡിന്റെ പരിസരത്തിരുന്ന് കളിക്കുമ്പോ, അള്ളാന്റെ പള്ളിയുടെ മുന്നിലിരുന്ന് കളിക്കുമ്പോ, ആ പള്ളിക്കകത്ത് കയറി നിസ്കരിച്ച നീ അങ്ങനെ വെറുതെയുള്ളവനല്ലല്ലോ, നീ സാധാരണ ഒരു ചെറുപ്പക്കാരനല്ലല്ലോ. എടാ, നിന്റെ ജനാസ പള്ളിപ്പറമ്പിലേക്ക് കൊണ്ടുപോകുമ്പോ അള്ളാന്റെ മലക്ക് വരുവടാ പൊന്നുമോനെ. അല്ലാഹുവിന്റെ മലക്കുകൾ കടന്നു വരികയാണ് നിന്റെ ജനാസ കബറടക്കാൻ, നിന്റെ ജനാസ കബറടക്കുന്നതിൽ പങ്കെടുക്കാൻ. അല്ലാഹുവിന്റെ മലക്കുകൾ പോലും നിന്റെ കബറിന്റെ ചാരത്തേക്ക് കടന്നു വരുമെന്ന് ചരിത്രം പറയുമ്പോ നിനക്കിതിനെക്കാളും എന്ത് പ്രതിഫലമാടാ വേണ്ടത്? നീ കാണുന്ന, നീ ഇഷ്ടപ്പെടുന്ന താരങ്ങൾ വരുവോ, അത് സിനിമാ താരങ്ങളാകട്ടെ, ഫുട്ബോളിന്റെ നായകന്മാരാകട്ടെ, മോനെ ഇതൊന്നും വേണ്ട എന്ന് ഞാൻ പറയുന്നില്ല. ഫുട്ബോൾ കളിക്കണമെങ്കിൽ കളിക്കാം, ക്രിക്കറ്റ് കളിക്കണമെങ്കിൽ കളിക്കാം, അത് അല്ലാഹനെ മറന്നുകൊണ്ട് വേണോടാ ചെറുപ്പക്കാരാ. കാലുണ്ടെങ്കിലല്ലേടാ കളിക്കാൻ പറ്റൂ, കൈയുണ്ടെങ്കിലല്ലേ കളിക്കാൻ പറ്റൂ, കണ്ണുണ്ടെങ്കിലല്ലേ കാണാൻ പറ്റൂ. ഇതൊക്കെ പോയാ നീ എന്ത് ചെയ്യുമടാ പൊന്നുമോന്? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ഇബാദത്തുകൾ ചെയ്തുകൊണ്ട് വീടിനെ അലങ്കരിച്ചോ. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാർക്ക് ഞാനൊരു കഥ പറഞ്ഞു തരാ. വെക്കേഷനാണല്ലോ, നിന്റെ മകന്റെയും മകളുടെയും കൊച്ചുമക്കള് നിന്റെ വീട്ടിലേക്ക് കടന്നു വരുമല്ലോ.
അതാ വൈകുന്നേര സമയമാകുമ്പോ എപ്പോഴെങ്കിലും ഫ്രീ ആകുമ്പോ ഉമ്മ ഞങ്ങൾക്കൊരു കഥ പറഞ്ഞതാ എന്ന് പറഞ്ഞുകൊണ്ട് നിന്റെ പൊന്നാര മക്കൾ നിന്റെ മടിയിൽ വന്ന് കിടക്കുമല്ലോ ഉമ്മ. എന്തിനാ ആവശ്യമില്ലാത്ത കഥ പറയുന്നത്? ഇല്ലാത്ത കള്ളക്കഥ എന്തിനാ പറഞ്ഞു കൊടുക്കുന്നത്? മുത്തുനബിയല്ലേ പറഞ്ഞത്, നിങ്ങൾ തമാശയ്ക്ക് പോലും കള്ളം പറയല്ലേ. അല്ലാഹുവേ, ഉമ്മമാര് പല കള്ളക്കഥകളും പറഞ്ഞു കൊടുക്കുന്നു, അല്ലെങ്കിൽ മോശമായ കഥകളാണ് ആ പിഞ്ചു കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിന്റെ അകത്ത് നീ കൊത്തിവെച്ച് കൊടുക്കുന്നത്. ചെറുപ്പത്തിലെ ശീലമങ്ങ് അവസാനം വരെ ഉണ്ടാകുമെന്ന് വെറുതെയല്ലല്ലോ പറഞ്ഞത്. അതുകൊണ്ട് എൻ്റെ ഉമ്മമാർക്ക് ഞാനൊരു മനോഹരമായ ചരിത്രം പറയാ. അല്ലാഹുവേ, മഹാനായ അബൂ സിനാർ റളിയല്ലാഹു തആല അൻഹു തന്റെ പ്രിയപ്പെട്ട പൊന്നാര മകന്, വാപ്പയും മകനും തമ്മിൽ വല്ലാത്ത സ്നേഹമാണ്. എവിടെ പോയാലും കൂടെയാണ് നടക്കുന്നത്. അവസാനം അബൂ സിനാർ റളിയല്ലാഹു തആല അൻഹു മരണപ്പെട്ടു. അവിടത്തെ ജനാസ കൊണ്ടുപോയിട്ട് നമസ്കാരം കഴിഞ്ഞിട്ട് പള്ളിപ്പറമ്പിൽ 6 അടി മണ്ണിന്റെ അകത്ത് അവിടത്തെ ജനാസ ഇറക്കി വെക്കുകയാ. 11 വയസ്സുള്ള പൊന്നുമോര് വാപ്പാടെ കബളിൽ വെക്കാൻ ഒരു പിടി മണ്ണ് വാരി കൊടുത്തു. അവിടുന്ന് പലകകൾ നിരത്തി, അവിടുന്ന് കബർ മണ്ണിട്ട് മൂടി. എല്ലാവരും കബറിന്റെ ചാരത്ത് നിന്നിട്ട് സലാം പറഞ്ഞിട്ട് പിരിയുമ്പോ 11 വയസ്സുള്ള അബൂ സിനാർ തങ്ങളുടെ പൊന്നുമോര് വാപ്പാടെ കബറിന്റെ ചാരത്ത് നിൽക്കുകയാണ്. കുടുംബക്കാരും നാട്ടുകാരും പറഞ്ഞു, വാമോനെ പോകാ, ഉപ്പയോടുള്ള കടമകൾ കിടന്നല്ലോ. മയ്യത്ത് കുളിപ്പിച്ചു, കഫം പൊതിഞ്ഞു, നമസ്കരിച്ചു, കബറടക്കി കഴിഞ്ഞു. ഇനി എന്തിനാണ് നീ ഇവിടെ നിൽക്കുന്നത്? 11 വയസ്സുകാരൻ പറഞ്ഞു, എന്റെ ഉപ്പാനെ വിട്ടിട്ട് വരാൻ എനിക്ക് പറ്റൂല. എന്റെ ഉപ്പാടെ പുതിയ വീടെങ്ങനെയുണ്ട്, എന്റെ വാപ്പാടെ കബറിന്റെ അകത്ത അവസ്ഥ എന്താണ്, ഇതറിയാതെ ഞാൻ വരൂല. എല്ലാവരെയും കബറിന്റെ ചാരത്ത് നിന്ന് പറഞ്ഞു വിടുകയാണ്. 11 വയസ്സുകാരൻ കബറിന്റെ ചാരത്തിരുന്നു. അവിടെ ഇരുന്നിട്ട് തന്റെ ഉപ്പാന് വേണ്ടി കരഞ്ഞു ദുആ ചെയ്യുകയാ. അവസാനം കരഞ്ഞു കരഞ്ഞ പൊന്നുമോനങ്ങ് തളർന്നു വീണു. അവിടെ കിടന്ന് ഉറങ്ങുകയാണ്. വാപ്പ വന്നിട്ട് ചോദിക്കുന്നു, മോനെ എല്ലാരും പോയല്ലോടാ, എന്റെ പൊന്നുമോൻ എന്തിനാ ഇവിടെ കിടക്കുന്നത്? എന്തിനാ നീ ഇവിടെ നിൽക്കുന്നത്? വാപ്പാ, നിങ്ങളെ കുറിച്ചറിയാതെ പോകാൻ എനിക്ക് കഴിയുമോ? പൊന്നാര മകൻ വാപ്പയോട് ചോദിക്കുകയാണ്, വാപ്പാ പുതിയ വീടെങ്ങനെയുണ്ട് വാപ്പാ? അബൂ സിനാർ റളിയല്ലാഹു തആല അൻഹു അവിടെന്ന് പറഞ്ഞു, പൊന്നുമോനെ, എന്നെ എല്ലാവരും കബറിന്റെ അകത്ത് ഇറക്കി വെച്ച് കഴിഞ്ഞപ്പോ എന്റെ ഉമ്മ എന്നെ സ്നേഹത്തോടെ കെട്ടിപ്പിടിക്കുന്നത് പോലെ കബറെന്നെ കെട്ടിപ്പിടിച്ചു സ്വീകരിച്ചു മോനെ. വാപ്പാടെ കബറിന്റെ അകത്ത് വല്ലാത്ത വിശാലതയാ. കാലിന്റെ ഭാഗത്താണ് സ്വർഗമിരിക്കുന്നത്. വാപ്പ കിടക്കുന്നത് സ്വർണത്തിന്റെ വിരിപ്പിന്റെ മുകളിലാണ്. എന്റെ കബറിന്റെ അകത്ത് വല്ലാത്ത സുഗന്ധമാണ് മോനെ. എന്റെ കബറിന്റെ അകത്ത് 2 മലക്കുകൾ വന്നു. അവരെന്നോട് പറഞ്ഞതെന്തെന്നറിയോ? ലംകനോമത്തിൽ അറൂസ്, പുതിയ ആപ്പിള കിടന്നിറങ്ങുന്നത് പോലെ ഉറങ്ങാനാ. മണിയറയ്ക്കകത്ത് കിടന്നുറങ്ങുന്നവനെ പോലെ ഖിയാമത്ത് നാള് വരെ കിടന്നുറങ്ങാനാ പറഞ്ഞത്. വാപ്പയ്ക്ക് ഇതിനകത്ത് സുഖമാണ് മോനെ. വാപ്പയുടെ മണ്ണറ മണിയറയാണ് മോനെ. 11 വയസ്സുള്ള ഈമാനുള്ള മകന് അബൂ സിനാർ തങ്ങളോട് ചോദിക്കുന്നു, വാപ്പാ ഇതെങ്ങനെ കിട്ടി വാപ്പാ? എന്റെ ഉപ്പാന്റെ മണ്ണറ എങ്ങനെയാണ് മണിയറയായത് മോനെ? 5 നേരം അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിച്ചാൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യല്ലേ, ഒരലസതയും കാണിക്കല്ലേ. നമസ്കരിച്ചതിന് അല്ലാഹു എനിക്ക് തന്ന പ്രതിഫലമാ.
എന്ന് തന്റെ പൊന്നാര മകനോട് മരിച്ചുപോയ വാപ്പ പറഞ്ഞു കൊടുത്തെന്ന് ചരിത്രം പറയുമ്പോ ഈ കഥയല്ലേ 10 വയസ്സുള്ളവര് പിഞ്ചുമക്കളുടെ ഹൃദയത്തിന്റെ അകത്ത് നമസ്കാരത്തിന് നമസ്കരിക്കുന്ന ഒരു മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം പറഞ്ഞു കൊടുത്താ നിന്റെ പൊന്നാര മകള് നമസ്കരിക്കുമ്പോ നിന്റെ 10 വയസ്സുള്ള 6 വയസ്സുള്ള 7 വയസ്സുള്ള പൊന്നാര മക്കൾ ഉമ്മയുടെ കൂടെ മുസല്ലയിൽ പോയി കിടക്കുകയാണ്. എനിക്കും നമസ്കരിക്കണം ഉമ്മ, എനിക്കും നമസ്കരിക്കണം, എന്നെ നമസ്കരിക്കാൻ പഠിപ്പിക്കട്. പള്ളിയിലേക്ക് പോകുന്ന വാപ്പയുടെ കയ്യിൽ പിടിച്ചിട്ട് പറയുന്നു എന്നെ കൂടെ കൊണ്ടുപോവാപ്പാ, നീ വിളിച്ചുണർത്തണ്ട, പള്ളിയിലേക്ക് പോകാൻ വിളിക്കണ്ട, നിന്റെ കയ്യിൽ പിടിച്ചിട്ട് നിന്റെ മക്കള് പറയും എന്നെ കൊണ്ടുപോകാറ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, മലക്കുകൾ തേടി ഇറങ്ങി വരുന്ന, മലക്കുകൾക്ക് പരിചയമുള്ള, റഹ്മത്തിന്റെ മലക്കിന്റെ സാന്നിധ്യമുള്ള വീടേതെന്നറിയുമോ? അത് ഇബാദത്തുകൾ ചെയ്യുന്ന ഭവനമാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഒന്നാമത്തെ ഭവനം അത് നിസ്കാരമുള്ള വീട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഭാര്യയും ഭർത്താവും നിസ്കരിക്കണം, മക്കളെ വിളിച്ചുണർത്തി നിസ്കരിക്കാൻ പറയണം, അവരെ കൊണ്ട് നിസ്കരിപ്പിക്കണം. നിസ്കരിച്ചില്ലെങ്കിൽ തല്ലണം. അല്ലാതെ A+ വാങ്ങിയില്ലെങ്കിൽ മമ്മട്ടിയും കൂന്താലി എടുത്ത് തല്ല മക്കളെയൊക്കെ. A+ വാങ്ങിയില്ലെങ്കിൽ മക്കളെ തല്ലുന്ന കാര്യം. A+ വാങ്ങാൻ ഏത് പൊട്ടനെ കൊണ്ടും പറ്റുമ്മ? എൻ്റെ നാട്ടിൽ 106 കുട്ടികൾ എഴുതി, 106 എണ്ണത്തിനും A+. മരിച്ചു പണ്ടതൊക്കെ ഇതിൽ കറക്കി. പണ്ടൊക്കെ ഒരെണ്ണം വാങ്ങണമെങ്കിൽ എന്ത് പാടാ? 106 കുട്ടികൾ പരീക്ഷ എഴുതി, 106നും ഞാൻ കുറ്റപ്പെടുത്തല്ല. A+ വാങ്ങാനൊക്കെ ആരെ കൊണ്ടും പറ്റും. പക്ഷെ നല്ല മരണം കിട്ടണമെങ്കിലേ അതെല്ലാരെ കൊണ്ടും പറ്റുമോ? നിന്നെ കൊണ്ട് പറ്റുമോ? നിന്റെ പൊന്നാര മകള് 10 A+ വാങ്ങി, എല്ലാം പഠിച്ച്, കാണാതെ പഠിച്ച്, തലയ്ക്കകത്ത് വെച്ച് രാവും പകലും പഠിച്ച്, ട്യൂഷനും നടത്തി, പ്രത്യേകം പഠിച്ചിട്ട് A+ വാങ്ങി. നിന്നെ കൊണ്ട് പറ്റുമെങ്കിലേ ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും നീ എഴുന്നേറ്റ് എന്ന് പറയും ലാ ഇലാഹ ഇല്ലല്ലാഹ്. അറിയാലോ, ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും എഴുന്നേറ്റ് എന്ന് പറയത്തില്ലേ? മൂതുകുടിയനെ വരെ അറിയാം. മുസ്ലിം എന്ന് പറയുന്ന മൂതുകുടിയനെ വരെ അറിയുന്ന ദിക്റാ ലാ ഇലാഹ ഇല്ലല്ലാഹ്. മരിക്കുന്ന സമയത്ത് പറ്റുമെങ്കിൽ ഒരു പ്രാവശ്യം പറ, അതാ A+ കിട്ടേണ്ടത്. നിങ്ങളെ കൊണ്ട് പറ്റുമെങ്കിൽ മരിക്കണ സമയത്ത് ഒരു പ്രാവശ്യം, നീ തൻ്റെ ഉണ്ടെങ്കിൽ, ഈമാൻ ഉണ്ടെങ്കിൽ, മരിക്കണ സമയത്ത് ഇതൊരു പ്രാവശ്യം പറഞ്ഞിട്ട് മരിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അവനല്ലേ വിജയി, അവനാ യഥാർത്ഥ വിജയി. അല്ലെ A+ വാങ്ങുന്നവനല്ല. യഥാർത്ഥത്തിൽ വിജയി ആരാ? മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ട് വിജയിക്കുന്നവനാ വിജയി എന്ന് അല്ലാഹ് പറഞ്ഞു. ഞാനത് നിങ്ങൾക്ക് പറഞ്ഞു തന്നു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, 2 പ്രകാശിക്കുന്ന രണ്ടാമത്തെ ഭവനമേതാ? 2 എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന രണ്ടാമത്തെ വീടേതാ? മലക്കുകൾക്ക് നല്ല പരിചയമുള്ള ചില വീടുകളുണ്ട്. അള്ളാഹു നമ്മുടെ വീട് അങ്ങനെ ആക്കി തരുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, രണ്ടാമത്തെ വീട് എൻ്റെ പ്രിയമുള്ളവരെ യതീമുള്ള ഭവനമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ, യതീമുകൾ താമസിക്കുന്ന വീട്, യതീമായ മക്കളുള്ള വീട് മലക്കിന് വലിയ ഇഷ്ടമുള്ള വീടാ. അള്ളാഹു നമ്മുടെ വീട് അങ്ങനെ ആക്കി തരുമാറാകട്ടെ. യതീമുള്ള വീടെന്ന് പറഞ്ഞാൽ യതീമിങ്ങളുണ്ട് വീട്ടിൽ. പക്ഷെ അവർക്ക് എങ്ങനെയുള്ള യതീം? ആ യതീമികൾ സന്തോഷത്തോടെ കഴിയണം. അല്ലെങ്കിൽ മോളുടെ ഭർത്താവ് മരണപ്പെട്ടു പോയി, വീട്ടിൽ കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട്, പിന്നെ തട്ടലാങ്ങിട്ടിട്ട് അങ്ങനല്ല. ഒരു യതീമായ കുഞ്ഞ് വീട്ടിലുണ്ടെങ്കിൽ ഈ ലോകത്ത് ആകാശത്തിന്റെ കീഴിലെ ഏറ്റവും നല്ല ഭവനം യതീമു സന്തോഷത്തോടു കൂടി കഴിയുന്ന വീടാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഈ ആകാശത്തിന്റെ കുടയ്ക്ക് കീഴിലെ ഏറ്റവും മനോഹരമായ വീട് അത് യതീമു സന്തോഷത്തോടെ, മോനെ നീ പേടിക്കണ്ടടാ, ഞങ്ങളൊക്കെ ഇല്ലേ. അള്ളാഹുവെ പടച്ചവൻ, അതൊരു വല്ലാത്തൊരു വേദനയാണ്. ഞാനാണെങ്കിൽ ഈ അടുത്തൊരു കോളേജിൽ പോയി, എൻ്റെ ഉസ്താദിനെ കാണാൻ പോയതാണ്. അവിടെ ചെന്നപ്പോൾ ഒരു കുട്ടി മാത്രം അവിടെ നിൽക്കണം, ആരെയും കാണുന്നില്ല. ഞാൻ ചോദിച്ചു, എന്തേ ഉസ്താദ്, എന്തേ മോനെ? ഉസ്താദ് ഇവിടെ ഇല്ല. കുട്ടികളൊക്കെ എന്തേ? എല്ലാവരും വീട്ടിൽ പോയി. ഞാൻ ചോദിച്ചു, നീ പോയില്ലേ? അവൻ മിണ്ടണില്ല. ഒരു ചെറിയൊരു കുട്ടി അവിടെ നിൽക്കുന്നത്. ഞാൻ ചോദിച്ചു, നീ വീട്ടിൽ പോയില്ലേ? ഞാൻ പോയില്ല. എന്തേ പോകാത്തത്? എനിക്ക് പോകാനൊരിടമില്ല ഉസ്താദേ, വാപ്പയില്ല, ഉമ്മയില്ല. അള്ളാഹുവെ, അങ്ങനെ ഒരു അവസ്ഥയ്ക്ക് തൊട്ട് ഞങ്ങളുടെ മക്കളെ നീ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. നമുക്ക് യതീമിന്റെ വിലയറിയാഞ്ഞിട്ടാ. യതീമിന്റെ മഹത്വം എന്തെന്നറിയോ? മഹാനായി നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, യതീമിന്റെ വിലയും മഹത്വവും നമുക്ക് അറിയാഞ്ഞിട്ട. യതീമായ ഒരു മക്കളെ മഹത്വം അറിഞ്ഞിരുന്നെങ്കിൽ സ്വന്തം മക്കളെക്കാൾ അവരെ സ്നേഹിച്ചേനെ. യതീമായ ഒരു കുട്ടിയെ സ്നേഹിച്ചാൽ കിട്ടുന്ന, അവരോട് കരുണ കാണിച്ചാൽ കിട്ടുന്ന പ്രതിഫലം അറിഞ്ഞിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്തേനെ? സ്വന്തം മക്കളെക്കാൾ അവരെ സ്നേഹിച്ചേനെ. കാരണം മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുന്നുണ്ട് യതീമിന്റെ ഗുണമെന്താ. പഠിക്കണം എൻ്റെ പെങ്ങൾ. പാപങ്ങൾ ഒരുപാട് ചെയ്തു വെച്ചിട്ടില്ലേ? പൊറുക്കാനുള്ള ഒരു എളുപ്പവഴി പറഞ്ഞുതരാം. ജീവിതത്തിൽ ചെയ്തു വെച്ചിരിക്കുന്ന പാപങ്ങൾ പൊറുക്കാനുള്ള ഒരു എളുപ്പവഴി, ഒരു യതീമായ കുഞ്ഞിനെ കണ്ടാൽ അവനെ സ്നേഹത്തോടെ കെട്ടിപ്പിടിക്കണം. ഒരു യതീമായ കുട്ടിയെ കണ്ട സ്നേഹത്തോടെ കെട്ടിപ്പിടിച്ചിട്ട് അവൻ്റെ തലയിൽ സ്വന്തം കൈകൊണ്ട് ഇങ്ങനെ തടകണം. ഫോട്ടോ ഒന്നും എടുക്കരുത്, തടകണേ. അങ്ങനെയാണല്ലോ ഇന്നൊരു യതീമായ കുട്ടിയെ കെട്ടിപ്പിടിച്ചാൽ തന്നെ ഫ്ലെക്സ് എടുക്കണ കാല. ആരെങ്കിലും കാണുന്നുണ്ട്? അതൊന്നുമല്ല. ഒരു യതീമായ കുഞ്ഞിനെ അടുത്ത് പിടിച്ച് നിർത്തിയിട്ട്, പാപ്പ മരണപ്പെട്ടു, എന്തിനാടാ പേടിക്കണേ, നിങ്ങളൊക്കെ ഇല്ലേ മോനെ, തലയിൽ ഇങ്ങനെ കൈകൊണ്ട് തടകണം. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, യതീമായ കുഞ്ഞിന്റെ തലയിൽ നീ കൈകൊണ്ട് തടകുമ്പോ സ്നേഹത്തോടെ അള്ളാഹുവിന്റെ തൃപ്തി കരുതിയിട്ടാണ് നീ തടകുന്നതെങ്കിൽ എത്ര മുടി നിന്റെ കയ്യിൽ കൊള്ളുന്നോ അത്രയും പാപം അള്ളാഹു പുറത്തു തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, യതീമായ മകന്റെയോ മകളുടെയോ ഒരു ചെറിയ കുഞ്ഞിന്റെ തലയിൽ നീ ഇങ്ങനെ തലോടിയാൽ നിന്റെ കയ്യിൽ എത്രയോ രോമങ്ങളാ, കുഞ്ഞിന്റെ തലയിലെ എത്ര രോമങ്ങൾ നിന്റെ കയ്യിൽ തൊടുന്നുണ്ടോ അത്രയും പാപം അല്ലാഹു പുറത്തു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുമ്പോൾ മുത്തുനബി അവിടെ നിന്ന് പറഞ്ഞില്ലേ, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാനൊരു ചരിത്രം പറഞ്ഞു തരാ. ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകൻ മുഅ്തത്ത് യുദ്ധത്തിന് വേണ്ടി സ്വഹാബത്തിനെ തിരഞ്ഞെടുക്കുകയാ. മുഅ്തത്തിന്റെ രണാങ്കണത്തിലേക്ക് യുദ്ധത്തിന് വേണ്ടി സ്വഹാബത്തിനെ തിരഞ്ഞെടുക്കുകയാണ്. അതാ സ്വഹാബികളെ മുഴുവനും തിരഞ്ഞെടുത്ത് കഴിഞ്ഞപ്പോ അല്ലാഹുവിന്റെ പ്രവാചകനും 3 അമീറന്മാരെ തിരഞ്ഞെടുത്തു, 3 ചെറുപ്പക്കാരെ തിരഞ്ഞെടുത്തു. എന്നിട്ട് പറഞ്ഞു, ഒന്നാമത് നീയാണ് യുദ്ധം നയിക്കേണ്ടത്. നിനക്കെന്തെങ്കിലും സംഭവിച്ചാൽ രണ്ടാമത്തെ സ്വഹാബിയോട് പറഞ്ഞു, നിനക്കെന്തെങ്കിലും സംഭവിച്ചാൽ മൂന്നാമത്തെ ആൾക്കും എന്തെങ്കിലും സംഭവിച്ചാൽ സഹാബത്തെ നിങ്ങളിൽ ആരെങ്കിലും യുദ്ധം നയിക്കണേ സഹാബ. ഈ പറഞ്ഞതിന്റെ അർത്ഥം ഒന്നാമത് നീ മരിക്കും, രണ്ടാമത് നീ മരിക്കും, മൂന്നാമത് നീ മരിക്കുമെന്നാണ് പ്രവാചകൻ പറഞ്ഞത്. അല്ലാഹുവിന്റെ റസൂൽ ഒരുങ്ങാൻ പറയുമ്പോ മസ്ജിദുൻ നബവിയിൽ നിന്ന് സ്വഹാബത്ത് ഇറങ്ങി വീടുകളിലേക്ക് പോവുകയാണ്. ആ സമയത്തൊരു ചെറുപ്പക്കാരൻ ഓടുകയാണ്, തുള്ളിച്ചാടിക്കൊണ്ടൊരു ചെറുപ്പക്കാരൻ ഓടുകയാ. മഹാനായ ജൗഫർ റളിയല്ലാഹു തആല അൻഹു പടച്ചവനെ, തന്റെ പ്രിയപ്പെട്ട ഭാര്യ വീട്ടിൽ നിന്ന് നോക്കുമ്പോ തന്റെ ഭർത്താവ് സന്തോഷത്തോടെ ഓടിച്ചാടി വരികയാണ്. അസ്മാ റളിയല്ലാഹു തആല അൻഹാ അവിടുന്ന് ചോദിക്കുന്നു, ജൗഫറേ, ഇത്ര സന്തോഷമെന്തേ ജൗഫറേ? ആ സമയത്ത് ജൗഫർ തങ്ങൾ പറയുന്നു, അസ്മാ, അല്ലാഹുവിന്റെ പ്രവാചകൻ എന്നെ യുദ്ധത്തിന്റെ അമീറായി തെരഞ്ഞെടുത്തു. ആ ജൗഫർ തങ്ങൾക്കും അറിയാം മരിക്കുമെന്ന്. കാരണം മുത്തുനബിയാ പറഞ്ഞത്, യാതൊരു സംശയമില്ല. അവസാനം ജൗഫർ തങ്ങൾ അവിടെ നിന്ന് മുഅ്തത്ത് യുദ്ധത്തിന് വേണ്ടി തയ്യാറെടുത്തു. അവസാനം ഭാര്യയെ കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുത്തു. അസ്മാ, ആയുസുണ്ടെങ്കിൽ കാണാം അസ്മാ, ഇല്ലെങ്കിൽ നാളെ സ്വർഗത്തിൽ വെച്ച് കാണാം അസ്മാ. തന്റെ പൊന്നാര മക്കളെ കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുത്തിട്ട് ജൗഫർ റളിയല്ലാഹു തആല അൻഹു വീട് വിട്ടിറങ്ങുകയാണ്. പടച്ചവനെ, മുഅ്തത്തിന്റെ രണാങ്കണത്തിലേക്ക് കടന്നു ചെന്നു. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ആ സ്വഹാബിയുടെ ഖബറിന്റെ ചാരത്ത് പോയി കാണാ. എന്റെ പ്രിയമുള്ളവരെ, ഞാൻ പോയിട്ട് ആ സ്വഹാബിയുടെ ഖബർ സിയാറത്ത് ചെയ്തതാ. ആ യുദ്ധത്തിന്റെ രണാങ്കണത്തിൽ ശഹീദായ 3 സ്വഹാബാക്കള്. എന്റെ പ്രിയമുള്ളവരെ, മുഅ്തത്തിന്റെ രണാങ്കണത്തിൽ യുദ്ധം തുടങ്ങി. ഒന്നാമത്തെ സ്വഹാബി യുദ്ധം ഇങ്ങനെ നയിക്കുകയാണ്. പടച്ചവരെ, മുത്തുനബി പറഞ്ഞതുപോലെ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതുപോലെ ആ സ്വഹാബി വെട്ടുകൊണ്ട് ശഹീദാവുകയാ. യുദ്ധക്കളത്തിൽ പിടഞ്ഞു വീഴുകയാ.
കയ്യിലിരുന്ന കൊടിയങ്ങ് താഴെ വീഴുകയാണ്. ജൗഫർ റളിയല്ലാഹു തആല അൻഹു ഓടി ചെന്നിട്ട് ആ കൊടിയെടുക്കുകയാണ്. വാ സ്വഹാബാ എന്ന് പറഞ്ഞുകൊണ്ട് യുദ്ധം നയിക്കുമ്പോ അതാ ശത്രുക്കള് വലത് കൈപ്പത്തി അങ്ങ് വെട്ടിമുറിക്കുകയാണ്. കൊടി താഴെ വീണു. ജൗഫർ തങ്ങളെ ഇടത് കൈ കൊണ്ട് കൊടിയെടുക്കുകയാണ്. മുന്നോട്ട് നടക്കുമ്പോ ഇടത് കൈയും വെട്ടിമുറിച്ചു. കൊടി താഴെ വീണു. മുറിഞ്ഞുപോയ അറ്റുപോയ രണ്ട് കൈ കൊണ്ട് കൊടി ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് ജൗഫർ തങ്ങൾ പിന്നെയും നടക്കുകയാ. പടച്ചവനെ, ശത്രുക്കൾ തന്റെ കൈ രണ്ടാമതും വെട്ടിമുറിച്ചു. കൊടി താഴെ വീണു. ജൗഫർ തങ്ങൾ പറഞ്ഞു, സഹാബാ, തന്റെ പുറകിൽ നിൽക്കുന്ന ഒരു സ്വഹാബിയോട് പറഞ്ഞു, ആ കൊടിയെടുത്തിട്ട് എന്റെ കക്ഷത്തിൽ വെച്ചതാ സഹാബാ. ചെറുപ്പക്കാരാ, ഒരു സ്വഹാബിയെടുത്ത് കക്ഷത്തിലേക്ക് വെച്ച് കൊടുക്കുമ്പോ അറ്റുപോയ കൈകൊണ്ട് മുറുകെ പിടിച്ചിട്ട് പുറകിൽ നിൽക്കുന്ന സ്വഹാബികളോട് വിളിച്ചു പറഞ്ഞു, സഹാബത്തെ, സ്വർഗത്തിന്റെ പരിമളം അടിച്ചു വീശുന്നു സഹാബാ, വേണ്ടവർ വാ സഹാബാ. ജൗഫർ നിങ്ങൾ മുന്നോട്ട് നടക്കുകയാണ്. നാലു ഭാഗത്ത് നിന്ന് ശത്രുക്കൾ വളഞ്ഞു. ജൗഫർ തങ്ങളെ പടച്ചവര് വെട്ടുകൊണ്ട് താഴെ വീഴുകയാ. അള്ളാഹുവിന്റെ പ്രവാചകനുണ്ടല്ലോ, മുത്തുനബിയാ യുദ്ധത്തിൽ പങ്കെടുത്തില്ല. അള്ളാഹുവിന്റെ പ്രവാചകനതാ പള്ളിക്കകത്തിരുന്ന് നമസ്കാരം കഴിഞ്ഞിട്ട് പറഞ്ഞു, സഹാബാ, ജൗഫർ പോയി സഹാബാ. മുത്തുനബി മസ്ജിദുൻ നബവിയിൽ ഇരുന്നിട്ട് അവിടുന്ന് തന്റെ സ്വഹാബത്തിനോട് പറഞ്ഞു, ജൗഫർ ഷഹീദായി, ജൗഫർ ഷഹീദായി. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, വീട്ടിൽ പോയി പറയണ്ടേ സഹാബ? ഭാര്യയോടും മക്കളോടും കുടുംബത്തിനോടും ജൗഫർ തങ്ങൾ ഷഹീദായത് പോയി പറയണമല്ലോ, മരണവാർത്ത അറിയിക്കണമല്ലോ. അതുകൊണ്ട് നിങ്ങളിൽ ആരാ പോയി പറയുന്നത്? അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ നൂറുകണക്കിന് സ്വഹാബികളുണ്ട്. എന്തു പറഞ്ഞാൽ ഞാനുണ്ടെന്ന് ചാടി എഴുന്നേറ്റ് പറയുന്ന സ്വഹാബികളോട് അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ആരാ പോയി പറയുന്നത്? ഒരാളും മിണ്ടുന്നില്ല, ഒരാളും എഴുന്നേക്കുന്നില്ല, എല്ലാവരും തലതാഴ്ത്തിയിരിക്കുകയാണ്. റസൂലുള്ളാഹി ചോദിക്കുന്നു, സഹാബാ, ജൗഫറിന്റെ ഭാര്യയോടെടുക്കല്, ജൗഫറിന്റെ മക്കളുടെ ചാരത്ത് ചെന്നിട്ട് മരണവാർത്ത പറയുന്നതാരാ സഹാബാ? എല്ലാവരും തലതാഴ്ത്തിയിരിക്കുമ്പോ മുത്തുനബി ചോദിച്ചു, നിങ്ങൾക്ക് എന്തു പറ്റി സഹാബാ? നിങ്ങൾക്ക് എന്തു പറ്റി സഹാബാ? യാ റസൂലല്ലാഹ്, അതിനുള്ള ധൈര്യം ഞങ്ങൾക്ക് ആർക്കുമില്ല നബിയേ. ജൗഫറിന്റെ വീട്ടിൽ ചെന്നിട്ട് ജൗഫറിന്റെ ഭാര്യയോടും മക്കളോടും മരണവാർത്ത പറയാ ഞങ്ങൾക്ക് ധൈര്യമില്ല. കാരണം എന്തെന്നറിയോ? ജൗഫറിന്റെ ഭാര്യയ്ക്ക് 19 വയസ്സാണ് നബിയേ. 19 വയസ്സുള്ള ഒരു പെണ്ണിനോട് നിന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ഷഹീദായെന്ന് പറയാറ്, നിന്റെ ഭർത്താവ് മരണപ്പെട്ടു പോയെന്ന് പറയാ, എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും നബിയേ? ഞങ്ങൾക്കതിന് കഴിയില്ല നബിയേ. കാരണം ആ പെണ്ണ് 19 വയസ്സുള്ള ഒരു ചെറിയ പെണ്ണാ. സ്വഹാബികൾ പറയുന്നു, യാ റസൂലല്ലാഹ്, ജൗഫർ തങ്ങൾക്ക് 3 മക്കളാ ഉള്ളത്. വീടിന്റെ വെളിയിൽ നിന്ന് കളിക്കുന്ന 3 പിഞ്ചു കുഞ്ഞുങ്ങള്, 3 പേരും 10 വയസ്സിന്റെ താഴെയാ പ്രായം. 10 വയസ്സിന്റെ താഴെ മാത്രം പ്രായമുള്ള 3 പിഞ്ചു മക്കളാണ് വീട്ടിലുള്ളത്. ആ മക്കളുടെ ചാരത്ത് ചെന്നിട്ട്, മക്കളെ, നിങ്ങളുടെ വാപ്പ മരിച്ചടാ
എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും നബിയേ? ഞങ്ങൾക്ക് കഴിയുമെന്ന് തോന്നുന്നില്ല. അള്ളാന്റെ റസൂല് പറഞ്ഞു, എങ്കിലും നമുക്ക് ഒരുമിച്ച് പോയി പറയാ. മരണവാർത്ത പറയണമല്ലോ, അതുകൊണ്ട് ഒരുമിച്ച് പോയി പറയാ സഹാബ. എല്ലാവരും പള്ളിയിൽ നിന്നിറങ്ങി അള്ളാഹുവിന്റെ പ്രവാചകനും സ്വഹാബികളും ജൗഫർ തങ്ങളുടെ വീട്ടിലേക്ക് നടക്കുകയാ. പെണ്ണേ, ആ സമയത്ത് അസുമ എന്ന് പറയുന്ന 19 വയസ്സുള്ള പെണ്ണ് ഗൾഫിൽ നിന്ന് ഭർത്താവ് വീട്ടിലേക്ക് വരുമ്പോ കാണാ മക്കളെ ഒരുക്കി എയർപോർട്ടിൽ കൊണ്ടു നിർത്തുന്ന പെങ്ങള്. ജൗഫർ തങ്ങൾ വരുമ്പോ യുദ്ധം കഴിഞ്ഞു മടങ്ങി വന്നു തുടങ്ങിയെന്ന് മനസ്സിലായപ്പോ തന്റെ പ്രിയപ്പെട്ട പൊന്നാര മക്കളെ ഒരുക്കി കുളിപ്പിച്ച് വീടിന്റെ മുന്നിൽ ഇങ്ങനെ നിർത്തിയിരിക്കുകയാ. വാപ്പ വരുമ്പോ കാണുന്നതിന് വേണ്ടി വീടിന്റെ മുന്നിൽ 3 മക്കളെ ഇങ്ങനെ നിരത്തി നിർത്തി അടുക്കളയിലിരുന്നിട്ട് ഇഷ്ടമുള്ള ഭക്ഷണം ഉണ്ടാക്കുകയാണ്. അപ്പോഴാണ് മുത്തുനബി കടന്നു വരുന്നത്. മക്കള് പറഞ്ഞു, ഉമ്മാ അള്ളാന്റെ റസൂല് വരുന്നുമ്മാ, മുത്തുനബി വരുന്നുമ്മാ എന്ന് പറഞ്ഞുകൊണ്ട് മക്കൾ ഇറങ്ങി ഓടുകയാണ്. അള്ളാന്റെ റസൂലിന്റെ കയ്യിൽ പിടിച്ചു. മുത്തുനബി 3 മക്കളെയും ചേർത്ത് പിടിച്ചു. അള്ളാന്റെ റസൂല് മക്കളെ ഇങ്ങനെ ചേർത്ത് പിടിക്കുമ്പോ ജൗഫർ റളിയല്ലാഹു തആല അൻഹുവിന്റെ മക്കളുണ്ടല്ലോ, റസൂലുള്ളാന്റെ പുറകിൽ ഇങ്ങനെ തിരയുകയാ. ഞങ്ങളുടെ വാപ്പയുണ്ടോ, ഞങ്ങളുടെ ഉപ്പയുണ്ടോ? പൊന്നാര മക്കള് റസൂലുള്ളാന്റെ പുറകിൽ നിൽക്കുന്ന സ്വഹാബികള്. ആ സ്വഹാബത്തിന്റെ ഇടയിൽ ഇങ്ങനെ വാപ്പാരെ തിരയുകയാണ്. ഈ രംഗം കണ്ടപ്പോ റസൂലുള്ളാന്റെ ഹൃദയം പൊട്ടി. മുത്തുനബിയുടെ കണ്ണ് നിറഞ്ഞൊഴുകുകയാണ്. 3 മക്കളെയും കെട്ടിപ്പിടിക്കുകയാ. അള്ളാന്റെ റസൂല് 3 മക്കളെയും കെട്ടിപ്പിടിച്ചിട്ട് കരയുകയാണ്. എന്നിട്ട് പറഞ്ഞു, സ്വഹാബാ, ജൗഫറിന്റെ മക്കളെ ചുംബിക്ക് സഹാബാ, യതീമായ മക്കളെ ചുംബിക്ക് സഹാബ. അള്ളാന്റെ റസൂൽ അവിടെന്ന് പറയുമ്പോ ജൗഫർ തങ്ങളുടെ മക്കളെ സ്വഹാബികൾ മുഴുവനും ചുംബിക്കുകയാണ്. കാരണം പാവം പൊറുക്കുവല്ലോ, പാവം പൊറുക്കുവല്ലോ. അല്ലാഹുവേ, അസുമ എന്ന് പറയുന്ന 19 വയസ്സുള്ള പെണ്ണ് വീടിന്റെ അകത്ത് നിന്ന് ഈ രംഗം ഇങ്ങനെ കാണുകയാ. പടച്ചവരെ, അവിടെന്ന് ചോദിച്ചു, നബിയേ യാ റസൂലല്ലാഹ്, അള്ളാന്റെ നബിയേ, മുഅ്തത്തിന്റെ നേതാക്കന്മാര് പോയോ നബിയേ? എന്തു പറ്റി നബിയേ? റസൂലുള്ള പറഞ്ഞു, അസുമാ, ജൗഫർ ഷഹീദായ അസുമാ. തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് മരണപ്പെട്ടു എന്ന് പ്രവാചകൻ അവിടെന്ന് പറയുമ്പോ എന്താണ് ആ പെണ്ണിന്റെ മറുപടി? എല്ലാവരും ആകാംക്ഷയോടുകൂടി നിൽക്കുകയാണ്. 19 വയസ്സുകാര് തളർന്നു വീണില്ല, വിളിച്ചു കൂവിയില്ല, മുടിയടിച്ചിട്ട് കരഞ്ഞില്ല, നിലവിളിച്ചില്ല. പിന്നെ എന്തേ ചെയ്തതെന്നറിയുവോ? 19 വയസ്സുകാരി പിന്നെ എന്തേ ചെയ്തത്? ഇന്ന് 18കാരി ചെയ്യുന്നതെന്ത്? പണ്ടത്തെ പെണ്ണുങ്ങൾ എങ്ങനെയായിരുന്നെന്നറിയുമോ? ഇന്ന് 18ഉം 19ഉം തികഞ്ഞവള്, 18 വയസ്സ് കഴിഞ്ഞവള് വീട്ടിൽ കയറി വന്നിട്ട് വാപ്പാരോട് പറയും, വാപ്പാ, ആ ചെറുപ്പക്കാരെ എനിക്ക് ഇഷ്ടമാണ്, കെട്ടിച്ചു തരണം. എനിക്ക് അവരെ ഇഷ്ടമാണ്, നിങ്ങൾ എനിക്ക് പയ്യനെ നോക്കണ്ട, ഞാൻ തന്നെ നോക്കി വെച്ചിട്ടുണ്ട്. അവൻ മുസ്ലിം ആകട്ടെ അമുസ്ലിം ആകട്ടെ, എനിക്കവനെ കെട്ടിച്ചു തരണം. വാപ്പ ചോദിക്കുന്നു, മോളെ അവൻ മുസ്ലിം അല്ലല്ലോ. മുസ്ലിം അല്ലെങ്കിൽ എന്തേ വാപ്പ? എനിക്കവനെ കെട്ടിച്ചു തരണം, ഇല്ലെങ്കിൽ ഞാൻ ഇറങ്ങിപ്പോകും വാപ്പ. ജന്മം കൊടുത്ത വാപ്പയുടെയും ഉമ്മയുടെയും മുഖത്ത് നോക്കിയിട്ട് ഇന്ന് 18 തികഞ്ഞവള് പോലും പറയുന്ന കാലമാ. എങ്കിൽ അന്നത്തെ 19 വയസ്സുള്ള അസുമ എന്ന് പറയുന്ന 3 മക്കളുടെ ഉമ്മയായ ആ പ്രിയപ്പെട്ട പെണ്ണുണ്ടല്ലോ, അള്ളാന്റെ റസൂലിനോട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്,
എന്റെ ജൗഫർ മരിച്ചപ്പോ നോമ്പുകാരനായിട്ടാണോ മരിച്ചത്? എനിക്കത് മാത്രം അറിഞ്ഞാ മതി, എനിക്കത് മാത്രം അറിഞ്ഞാ മതി. എന്റെ ജൗഫർ നോമ്പുകാരനായിട്ടാണോ മരിച്ചത്? അള്ളാഹുവിന്റെ പ്രവാചകൻ അത്ഭുതത്തോടെ ചോദിച്ചു, എന്തേ അസ്മാ, നീ അങ്ങനെ ചോദിക്കാറുള്ള കാരണം എന്തേ അസ്മാ? യാ റസൂലല്ലാഹ്, മണിയറയ്ക്കകത്ത് എന്റെ മടിത്തട്ടിൽ കിടക്കുമ്പോ, മണിയറയിൽ എന്റെ മടിത്തട്ടിൽ കിടക്കുമ്പോ ജൗഫർ എന്നോട് ഒരു ദിവസം പറഞ്ഞു, അസ്മാ, എനിക്ക് വലിയ ഒരു മോഹമുണ്ട്, എനിക്ക് വല്ലാത്ത ഒരു ആഗ്രഹമുണ്ട്. എന്താണ് ആഗ്രഹം? അതാ പറയുന്നു, അസ്മാ, എനിക്ക് മരിക്കുമ്പോ നോമ്പുകാരനായിട്ട് മരിക്കണം, എനിക്ക് മരിക്കുമ്പോ നോമ്പുകാരനായിട്ട് മരിക്കണം. നാളെ പടച്ച റബ്ബിന്റെ മുന്നിലിരുന്നിട്ട് എനിക്ക് നോമ്പ് തുറക്കണം. അതുകൊണ്ട് നീ ഒന്ന് ദുആ ചെയ്യണേ അസ്മാ. ഒരു ഭാര്യ ഭർത്താവിനോട്, ഒരു ഭർത്താവ് ഭാര്യയോട് പറയുകയാണ്, നോമ്പുകാരനായിട്ട് മരിക്കണം, അള്ളാന്റെ മുന്നിലിരുന്ന് നോമ്പ് തുറക്കണം. മടിത്തട്ടിൽ കടന്നുകൊണ്ട് ദുആ ചെയ്തു, അല്ലാഹുവേ, എന്റെ ഭർത്താവിന്റെ ആഗ്രഹം നീ സാധിച്ചു കൊടുക്കണേ അല്ലാ. അവിടുന്ന് ദുആ ചെയ്യുകയാണ്. എന്റെ ഭർത്താവിന്റെ ആഗ്രഹമായിരുന്നു നബിയേ. അല്ലാഹുവിന്റെ റസൂലിനോട് സഹാബികൾ പറയുന്നു, നബിയേ, 96 വെട്ടുകൾ കൊണ്ടിട്ട് കയ്യും കാലുമില്ലാതെ മുഴുത്തത്തിന്റെ രണാങ്കണത്തിൽ കിടന്ന് മരണത്തോട് മുല്ലടിക്കുമ്പോ വെള്ളം കൊണ്ടുപോയി വായിൽ ഒടിച്ചു കൊടുക്കാൻ നോക്കുമ്പോ, സഹാബാ, എനിക്ക് നോമ്പാണ് സഹാബാ. അല്ലാഹുവിനോട് ഞാനും എന്റെ ഭാര്യയും ദുആ ചെയ്തിട്ട് വാങ്ങിയതായി ഈ മരണം, ഈ യാത്ര. അതുകൊണ്ട് എനിക്ക് വെള്ളം വേണ്ടെന്ന് പറഞ്ഞിട്ട് അവസാനം അവിടെ കിടന്ന് നോമ്പുകാരനായിട്ടാണ് ഷഹീദായത്. അള്ളാന്റെ റസൂൽ അവിടെന്ന് പറഞ്ഞു കൊടുത്തു, അസ്മാ, നിന്റെ ഭർത്താവ് നോമ്പുകാരനായിട്ടാണ് ഷഹീദായത്. എന്നിട്ട് മുത്തുനബി പറഞ്ഞു, പെണ്ണ്, റഅയ്തു ഫിൽ ജന്ന. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, റഅയ്തു ജൗഫറ മലകൈനി യതീറു മഅൽ മലായിക. നിന്റെ ഭർത്താവ് മലക്കുകളുടെ കൂടെ പറന്നു പോകുന്നത് ഞാൻ കണ്ടു. വസ്ബാ, മുത്തുനബി അവിടെന്ന് പറഞ്ഞു കൊടുക്കുമ്പോ, എന്റെ പ്രിയമുള്ളവര്, ജൗഫർ തങ്ങളുടെ യതീമായ മക്കള് റസൂലുള്ള സ്വഹാബത്തിനോട് പറഞ്ഞത് ചുംബിക്കാനാ, സ്നേഹിക്കാനാ. അതുകൊണ്ട് സഹോദരാ, യതീമായ മക്കളോട് നീ അത് ഒരിക്കലും നീ വേർതിരിവ് കാണിക്കല്ലോ. അവരുടെ തലയിൽ കൈവച്ചാ പാപം പൊറുക്കുകയാ. അവരെ സ്നേഹിച്ചാൽ അനവകാഫിൽ യതീമി ഫീ ജന്നതി ഹഖദാ. മുത്തുനബി അവിടെ നിന്ന് 2 വിരൽ കാണിച്ചിട്ടാ പറഞ്ഞത്, അവരും ഞാനും സ്വർഗത്തിൽ ഒരുമിച്ചാട്. യതീമിനെ സ്നേഹിക്കുന്നവര് അവരും മുത്തുനബിയും സ്വർഗത്തിൽ ഒരുമിച്ചാണെന്ന് പ്രവാചകം പറയുമ്പോ, യതീമിന്റെ കണ്ണീര് വീണാ, യതീമിന്റെ കണ്ണീര് വീണാ ഒരിക്കലും രക്ഷപ്പെടൂല. അത് ഈ ആകാശത്തിന്റെ കീഴില് ഏറ്റവും വൃത്തികെട്ട വീടാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങളെ പെട്ടെന്നങ്ങ് മരിപ്പിച്ചു, ഞങ്ങളുടെ മക്കളെ യതീമീങ്ങളാക്കല്ലേ അല്ലാ. ഞങ്ങളുടെ പിഞ്ചുമക്കളെ നീ യതീമീങ്ങളാക്കി കളയല്ലേ റബ്ബേ. വാപ്പയില്ലാതെ മക്കള് വളരുന്നത് വല്ലാത്ത പ്രയാസമാ. ഞങ്ങൾക്ക് പകരം വെക്കാൻ ആരെയും കിട്ടൂല തമ്പുരാര്. അതുകൊണ്ടല്ലാ, ഞങ്ങൾക്ക് നീ ദീർഘായുസ് നൽകണേ അല്ലാ. സംഘാടകർ ബക്കറ്റുമായിട്ട് മുന്നിലേക്ക് വരികയാണ്. ഇത് നിന്റെ ദീർഘായുസിനാണ്, ഇത് നിന്റെ ദീർഘായുസിനാണ്. മുത്തുനബി അല്ലേ പറഞ്ഞത്, അസ്സദഖത്തു റദ്ദുൽ ബലാ. വിപത്തുകളെ തട്ടിമാറ്റാൻ സദഖയ്ക്ക് കഴിയുമെന്നാണ്. ക്യാൻസർ എന്ന് പറയുന്ന രോഗത്തിന്റെ അണുക്കൾ നിന്റെ ശരീരത്തിലുണ്ടോ? അത് അല്ലാഹുവേ അറിയത്തുള്ളൂ, നിനക്കറിയില്ലല്ലോ. അത് മാറ്റാൻ ഈ കട കൊടുക്കുന്ന സദഖയ്ക്ക് കഴിവുണ്ട്. ആ രോഗം അല്ലാഹു
അല്ലാഹു കരിച്ചു കളയും. അല്ലാതെ വന്നു പോയാൽ പിന്നെ എത്ര ചെലവഴിച്ചാലും രക്ഷപ്പെടണമെന്നില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, കിഡ്നി തകർന്നു പോയാൽ എന്ത് ചെയ്യും മോള്? ശരീരം തളർന്ന് കിടന്നു പോയാ പിന്നെ നിനക്ക് ആർക്കാണ് വേണ്ടത്? നിന്നെ നിന്റെ ഭർത്താവിന് വേണ്ട, നിന്റെ മക്കൾക്ക് വേണ്ട, നിന്റെ കുടുംബക്കാർക്ക് വേണ്ട. പിന്നെ അവരാഗ്രഹിക്കുന്നു നീയൊന്നും മരിക്കാറ്. അതുകൊണ്ട് ബക്കറ്റുമായിട്ട് മുന്നിലേക്ക് കടന്നു വരികയാണ്. മനസ്സറിഞ്ഞുകൊണ്ട് അല്ലാഹുവേ ആഫിയത്തുള്ള ദീർഘായുസ്, ആഫിയത്തുള്ള ദീർഘായുസ് എനിക്ക് തരണേ അല്ലാ എന്ന ഒരു നിയത്തോടെ ഒരു സദക്ക എടുത്തോ. റബ്ബേ സദക്ക ചെയ്യാറുള്ള മനസ്സ് നൽകണേ അല്ലാ. വീട് കെട്ടിയിട്ട് ഖുർആൻ ഓതുന്നത് റസൂലുള്ളാഹി തങ്ങൾ അത്ഭുതത്തോടെ നോക്കുമ്പോ മലക്കുകൾ പറഞ്ഞു കൊടുക്കുന്നു, നബി അത് അങ്ങയുടെ സഹാബി ഹാരിസത്ത് ബിൻ നുഅ്മാൻ റളിയല്ലാഹു തആല അൻഹു. റസൂലുള്ളാഹി തങ്ങൾക്ക് വല്ലാത്ത ഒരു അത്ഭുതം. അവിടെ നിന്ന് ചോദിച്ചു, കൈഫ തഅരിഫുക യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് മലക്കുകൾ പറഞ്ഞു, ഞങ്ങൾക്കൊക്കെ പരിചയമാണ്. ഈ ചെറുപ്പക്കാരൻ അറിയാത്ത ഒരു മലക്കുമില്ല, എല്ലാവർക്കും നല്ല പരിചയമുള്ള ചെറുപ്പക്കാരനാ. അപ്പൊ റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, എന്തേ നിങ്ങൾക്ക് എല്ലാവർക്കും ഇങ്ങനെ അറിയാൻ? അവിടെ നിന്ന് പറഞ്ഞു, ഇന്നഹു മിൻ മിഅത്തി സ്വാബിഅ അല്ലദീ തകഫറല്ലാഹു ബി അർസാഖിന. അല്ലാഹു നാളെ സ്വർഗ്ഗത്തിൽ ഭക്ഷണം കൊടുക്കുന്ന ചെറുപ്പക്കാരനാണ്, അതുകൊണ്ടാണ് എല്ലാവർക്കും പരിചയം. അല്ലാഹു നാളെ സ്വർഗ്ഗത്തിൽ ഭക്ഷണം കൊടുക്കുന്ന ചെറുപ്പക്കാരനാണ് ഈ ചെറുപ്പക്കാരൻ. അതുകൊണ്ട് മലക്കുകൾക്ക് എല്ലാവർക്കും നല്ല പരിചയമാണ്. അപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഇത് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയോട് പറഞ്ഞപ്പോൾ ആയിഷ ബീബി ചോദിച്ചു, നബിയെ ഈ പ്രതിഫലം കിട്ടാനുള്ള കാരണം എന്താ? പ്രവാചകൻ പറഞ്ഞു, അത് മാതാപിതാക്കളെ സ്നേഹിച്ചതിന് അള്ളാഹു കൊടുത്തതാ. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ ചോദിച്ചു, അപ്പൊ ഞാൻ എൻ്റെ വാപ്പാനെയും ഉമ്മാനെയും സ്നേഹിക്കുന്നുണ്ട്, ഒരുപാട് മക്കൾ മാതാപിതാക്കളെ സ്നേഹിക്കുന്ന മക്കളുണ്ട്, അപ്പൊ എല്ലാവർക്കും കിട്ടുമോ? പ്രവാചകൻ പറഞ്ഞു, എല്ലാവർക്കും കിട്ടൂല. ഈ രണ്ട് പ്രതിഫലം കിട്ടണമെങ്കിൽ ആ ചെറുപ്പക്കാരന് 3 നല്ല ഗുണമുണ്ടായിരുന്നു എന്ന് നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. ആ ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്ന 3 ഗുണം ഈ സദസ്സിൽ ഇരിക്കണം. നമുക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കും അള്ളാഹു ആ പ്രതിഫലം നൽകും. അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ആ 3 കാര്യം പറഞ്ഞിട്ട് നമുക്ക് ദുആ ചെയ്തു പിരിയാം. അള്ളാഹു ഈ സദസ്സ് പരിപൂർണമായി സ്വീകരിക്കുമാറാകട്ടെ. അപ്പൊ എന്താ പ്രതിഫലം? സ്വർഗത്തിലൊരു കൊട്ടാരം, സ്വർഗത്തിന്റെ മധ്യഭാഗത്തൊരു കൊട്ടാരവും അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് ഭക്ഷണം കഴിക്കാനുള്ള ഭാഗ്യവും. വേണമെന്നുള്ളവർ പെട്ടെന്ന് കൈവക്ക് പോവാ. വേണമെന്നുള്ള പൊക്ക് വാപ്പ, ഇത് സ്വാതന്ത്ര്യദിനത്തിന് കൊടിപൊക്കല്ല, സ്വർഗത്തിലേക്കുള്ള കൊടിയേറ്റവാ. അൽഹംദുലില്ലാ. അള്ളാഹു നമ്മളെയൊക്കെ സ്വർഗവാസികളിൽ പെടുത്തുമാറാകട്ടെ, അള്ളാഹു സ്വർഗവാസികളിൽ പെടുത്തുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായി നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറയുന്നു 3 നല്ല ഗുണം. വാപ്പായോ ഉമ്മായോ ഹയാത്തിലുള്ളവരൊക്കെ ഒന്ന് കൈവക്കിക്ക്. ആരെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ വാപ്പായോ ഉമ്മായോ ആരെങ്കിലും ഉണ്ട്, ഒന്ന് പൊക്കു വാപ്പ. ഇതൊരു ഭയം, നല്ലപോലെ പൊക്കിക്കേ. ദുആ ചെയ്യട്ടെ, കൈ നല്ലപോലെ പൊക്കിക്കുക. മാതാപിതാക്കളുള്ളവർ, അള്ളാഹുവെ അവർക്ക് നീ ആഫിയത്തും ദീർഘായുസും കൊടുക്കണം പടച്ചവനെ, അവർക്ക് നീ ആഫിയത്തും ദീർഘായുസും കൊടുക്കണം പടച്ചവനെ. മരണപ്പെട്ടവരുടെ ഖബറിടം അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ആ ചെറുപ്പക്കാരനുണ്ടായിരുന്ന 3 ഗുണങ്ങളിൽ ഒന്നാമത്തെ ഗുണം, ഈ കൈപൊക്കിയ നിങ്ങൾക്കുണ്ടോ? ഇല്ലേ? കൈ പൊക്കിയവർക്കുണ്ടോ? കൈ പൊക്കാത്തവർക്കുണ്ടായിരുന്നു. നിങ്ങൾക്കിനി അവസരമില്ല. കൈ പൊക്കാത്തവർക്ക് ഇനി മരിച്ചുപോയവർക്ക് അവസരമില്ല. കൈ പൊക്കിയവർക്ക് മാത്രമേ ഈ 3 അവസരമുള്ളൂ. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ആ 3 ഗുണമൊന്ന് പറഞ്ഞു തരുമോ നബിയേ? ആ ചെറുപ്പക്കാരനുണ്ടായിരുന്ന 3 ഗുണമൊന്ന് പറഞ്ഞു തരുവോ? ഈ സദസ്സിലിരിക്കുന്ന ഞാൻ ഉൾപ്പെടെ, ബഷീർ ഉസ്താദ് ഉൾപ്പെടെ നമ്മളെല്ലാവരും ഉമ്മയുടെ കയ്യിൽ നിന്ന് ഭക്ഷണം വാങ്ങി കഴിച്ച മക്കളാണ്. അത്ര വേണ്ട, ഒരല്പം കുറച്ച്. ഓക്കെ, നിങ്ങൾ കാപ്പി പിടിച്ചാ? ഞങ്ങളൊക്കെ നോമ്പായിരുന്നു, നിങ്ങൾ പോയി കഴിച്ചിട്ട് വരിക അല്ലേ? ആ ശരി. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറയുകയാണ്, ഈ സദസ്സിലിരിക്കുന്ന നമ്മളെല്ലാവരും ഉമ്മാടെ കയ്യിൽ നിന്ന് ഭക്ഷണം വാങ്ങിക്കഴിച്ചിട്ടുള്ള മക്കളാണ്. മാതാപിതാക്കളുടെ കയ്യിൽ നിന്ന് ഭക്ഷണം വാങ്ങിക്കഴിക്കാത്ത ഒരു മകനുമില്ല, ഒരു മകളുമില്ല. ഇന്നും നമുക്ക് കൊതിയാണ്. അല്ലാഹുവേ, ഭാര്യ വാരി തന്നാല് നമ്മൾ കടിക്കാൻ മടി കാണിക്കും. നമ്മുടെ പൊന്നാര മക്കള് വാരി തന്നാല്, കൂടപ്പറപ്പ് വാരി തന്നാല് കഴിക്കാൻ മടി കാണിക്കും. പക്ഷേ
കറിയെല്ലാം ഒടിച്ചിട്ട് ഉമ്മ തന്റെ കൈകൊണ്ട് സിമന്റ് കുഴയ്ക്കുന്നത് പോലെ ഉമ്മ തന്റെ കൈകൊണ്ട് ചോറും കറിയുമെല്ലാം ഇങ്ങനെ കുഴച്ചിട്ട് അല്ലാഹുവേ വാരിത്തന്ന വാങ്ങിക്കഴിക്കാൻ ഒരു മടിയുമില്ല. കൊതിക്കുന്നവരാണ് നമ്മള്. ഈ പ്രായത്തിലും അതിനു വേണ്ടി കൊതിക്കുന്നവരുണ്ട്. എങ്കിൽ ആ ചെറുപ്പക്കാരനുണ്ടായിരുന്ന ഒന്നാമത്തെ ഗുണമെന്താ? ആയിഷ കാന യുത്ഇമുഹാ ബിയദിഹി. ആ ചെറുപ്പക്കാരനുണ്ടായിരുന്ന ഒന്നാമത്തെ ഗുണമെന്തെന്നറിയുമോ? ആ ചെറുപ്പക്കാരനായ സ്വഹാബി ചെറുപ്രായത്തില് ഉമ്മ ഇങ്ങോട്ട് ഭക്ഷണം വാരിക്കൊടുത്തു വളർത്തിയ മകനാണ്. ഉമ്മയുടെ കയ്യിൽ നിന്ന് ഒരുപാട് ഭക്ഷണം കടിച്ചു വളർന്ന മകനാണ്. പക്ഷേ ആ പൊന്നുമോന് വളർന്നു കഴിഞ്ഞപ്പോ ഉമ്മ രോഗം പിടിച്ച് കിടപ്പിലായപ്പോ സ്വന്തം കൈകൊണ്ട് തിരിച്ച് ഉമ്മയ്ക്ക് ഭക്ഷണം വാരിക്കൊടുത്ത മകനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ഉമ്മായിക്കും വാപ്പായിക്കും സ്വന്തം കൈകൊണ്ട് ഭക്ഷണം വാരിക്കൊടുത്ത മകന്. ഇനി നിങ്ങളെന്ന് തീരുമാനിക്ക്. മാതാപിതാക്കളിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ ഈ സദസ്സിലിരുന്ന് കൈപൊക്കിയവരോട് ഞാനൊന്ന് ചോദിക്കട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് വരെ ഉമ്മയ്ക്ക് ഒരു പ്രാവശ്യമെങ്കിലും ഒരുരുള ഭക്ഷണമെങ്കിലും നിങ്ങളുടെ കൈ കൊണ്ട് വാരിക്കൊടുത്തിട്ടുണ്ടോ? ഒന്ന് കൈപൊക്കിക്കേ. വാപ്പായിക്കോ ഉമ്മായിക്കോ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഭക്ഷണം വാരിക്കൊടുത്തിട്ടുള്ള മക്കള്? എന്തേ താത്ത നിന്റെ കൈ ഇപ്പൊ പൊങ്ങാത്തെ? ഇപ്പൊ എന്തേ നിന്റെ കൈ പൊങ്ങാത്തെ? നിനക്ക് എന്തേ സമയമില്ലാതെ പോയി? നിന്നെ നൊന്ത് പ്രസവിച്ച നിന്റെ ഉമ്മായിക്ക് നിങ്ങളൊന്ന് ചിന്തിക്ക്. സ്വന്തം പെറ്റ തള്ളയ്ക്ക് സ്വന്തം കൈ കൊണ്ട് ഒരു ഉരുള ഭക്ഷണം വാരിക്കൊടുക്കാൻ നിങ്ങളെ കൊണ്ട് കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്തിനാ വാപ്പ? ഞാൻ കുറ്റപ്പെടുത്തല്ല, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക് നിങ്ങളുടെ അവസ്ഥ. നിങ്ങളുടെ ആ രംഗമൊന്ന് ചിന്തിച്ചു നോക്ക്. എന്റെ സമയമില്ല, നമുക്കാർക്കും അതിനുള്ള സമയമില്ല. മാതാവിനും പിതാവിനെയും പോയി കാണാൻ പോലും സമയമില്ലല്ലോ. ഇന്ന് മാതാപിതാക്കളെ കിളവി എന്ന് വിളിച്ചിട്ട് കളിയാക്കുന്ന മക്കളുടെ കാലം. പ്രായം ചെന്ന മാതാപിതാക്കൾക്ക് ഖിദ്മത്ത് ചെയ്യാത്ത മക്കള് ഉമ്മയ്ക്ക് പ്രാന്താണെന്ന് പറഞ്ഞ് പ്രാന്താശുപത്രിയിൽ കൊണ്ട് അടച്ചിടുന്നു. അവസാനം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോയിട്ട് ഉമ്മ എഴുതി വാങ്ങുന്നു, എനിക്ക് പ്രാന്തില്ല. റിപ്പോർട്ടും കൊണ്ട് വീട്ടിൽ ചെന്നപ്പോഴും മക്കള് പറയണു ഉമ്മയ്ക്ക് പ്രാന്താ. നിങ്ങൾ ആലോചിച്ച് നോക്ക്, കാലം എവിടെ എത്തി? എന്തേ ഉമ്മ, എന്തേ ആ പെങ്ങളെ നിനക്ക് സമയമില്ലായത്? നിന്റെ പെറ്റ തള്ളയ്ക്ക് നിന്റെ ജീവിതത്തിൽ ഒരിക്കലും 30-40 വയസ്സായില്ല ഇത്താ. നിനക്കൊരിക്കലെങ്കിലും നിന്റെ പെറ്റ ഉമ്മായിക്ക് ഒരുരുള ഭക്ഷണം വാരി കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്തിനാ നീ മോളെന്ന് പറഞ്ഞ് നിനക്ക് അല്ല സ്വർഗം വെറുതെ കിട്ടുമോ? അള്ളാന്റെ അടുക്കൽ നിന്ന് ഭക്ഷണം വരക്ക് വെറുതെ വാങ്ങിക്കഴിക്കാൻ കഴിയോ? പലർക്കും പേടിയാ പോകാൻ. ഉമ്മയുടെ മുന്നിൽ പോയി നിൽക്കാൻ നിങ്ങളിൽ പലർക്കും ധൈര്യമില്ല. കാരണം ഉമ്മയെ അത്രയ്ക്കും നമ്മൾ വേദനിപ്പിക്കുന്നവരാ. രോഗം പിടിച്ച് വേദനയോടെ കിടക്കുന്ന ഇന്ന് വൈകുന്നേരമെങ്കിലും നീ നിന്റെ വീട്ടിൽ പോ. രോഗം പിടിച്ച് കിടക്കുന്ന മാതാപിതാക്കളുടെ റൂമിൻ്റെ അകത്ത് നോമ്പ് തുറക്കാൻ സമയമാകുമ്പോൾ നിന്നെ കുളിപ്പിച്ച് നാരങ്ങ വെള്ളവും പിടിഞ്ഞു തന്ന് കാരക്കയും കയ്യിൽ തന്ന് പള്ളിയിലേക്ക് പറഞ്ഞു വിട്ട ഉപ്പാനെ ഉമ്മാനെ മറക്കാൻ പറ്റുമോ? ആദ്യമായിട്ട് നിന്നെ പള്ളിയിൽ കൊണ്ടുപോയത് നിന്റെ വാപ്പയല്ലേ? വഅദിന്റെ സദസ്സിൽ ആദ്യമായിട്ട് നിന്റെ കയ്യിൽ പിടിച്ചു കൊണ്ടുവന്നത് നിന്റെ ഉമ്മയല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങൾ വഅദ് കഴിഞ്ഞ് ഇന്ന് വൈകുന്നേരം നോമ്പ് തുറന്നിട്ട് ഉമ്മാടെയും ബാപ്പാടെയും റൂമിൻ്റെയിലേക്ക് ചെന്ന് മാതാപിതാക്കളുടെ കാലിൽ പിടിച്ചു പൊരുത്തം ചോദിക്കണം. മാതാപിതാക്കളുടെ കാലിൽ പിടിച്ചു പൊരുത്തം ചോദിക്കണം. എല്ലാവരും കണ്ണിന് കാഴ്ച കുറയുന്നു ഉസ്താദെ, കണ്ണിന് കാഴ്ച കുറയുന്നു ഉസ്താദെ, ദുആ ചെയ്യണം. വാപ്പ കണ്ണിന്റെ കാഴ്ച ശക്തി തിരിച്ചു കിട്ടണോ? നിന്റെ കണ്ണിന്റെ കാഴ്ച ശക്തി ഒരു കണ്ണാടിയും വെക്കണ്ട, ഒരു മരുന്നും കഴിക്കണ്ട. റസൂലുള്ളാഹി തങ്ങൾ പറയാ, ഉമ്മാടെ മുഖത്ത് നോക്ക്, കണ്ണിന്റെ കാഴ്ച ശക്തി പോകില്ല എന്ന് ഹദീസിൽ കാണാം. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. പെറ്റ തള്ളയില്ലേ, തൊലിയെല്ലാം ചിളങ്ങിപ്പോയ, മുടിയെല്ലാം നരച്ചുപോയ ആ കിളവി എങ്ങനെ നോക്കാനാ? ഇബാദത്തിന്റെ കൂലിയല്ലേ? റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞില്ലേ, ഉമ്മയുടെ മുഖത്ത് നോക്കിയ ഇബാദത്തിന്റെ കൂലിയാണെന്ന് നബിയിനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പെറ്റ തള്ളയുടെ 2 കണ്ണുകൾക്കിടയിൽ ചുംബിക്കണ്ടേ ഉമ്മ? ഏ ചെറുപ്പക്കാരൻ, നിന്റെ ഉമ്മയുടെ നെറ്റിത്തടത്തിൽ, നിന്റെ ഉമ്മയുടെ കവിളിൽ നിനക്ക് ആഗ്രഹമില്ലെങ്കിൽ ആ ഉമ്മയ്ക്ക് ആഗ്രഹമില്ലേ? എൻ്റെ മോനെ ഒന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കണമെന്ന് ആഗ്രഹിക്കാത്ത ഏത് ഉമ്മയാവുള്ളേ, ഏത് ഉപ്പയാവുള്ളേ?
അതുകൊണ്ട് ഇന്ന് വയല് കഴിഞ്ഞ് ഇന്ന് വൈകുന്നേര സമയം നോമ്പ് തുറക്കുന്ന സമയത്ത് വാപ്പയുടെയും ഉമ്മയുടെയും റൂമിൻ്റെ അകത്ത് പോയി കയ്യും കാലും പിടിച്ച് കരഞ്ഞുകൊണ്ട് ഉമ്മാനോടും വാപ്പയോടും പൊരുത്തം ചോദിക്കണം. എന്നിട്ട് അവരോട് ചോദിക്കണം, ഉമ്മ എനിക്കൊരാഗ്രഹമുണ്ട്, പറ്റില്ല എന്ന് നിങ്ങൾ പറയരുത്. വാപ്പ എനിക്കൊരാഗ്രഹമുണ്ട്, ഇല്ല എന്ന് നിങ്ങൾ പറയരുത്. എന്തേ മോനെ? ഉപ്പ നിങ്ങളുടെ കണ്ണടയുന്നതിന് മുമ്പ് ഒരിക്കലെങ്കിലും എൻ്റെ കൈ കൊണ്ട് എനിക്കൊന്ന് വാരിത്തരണം. ഉപ്പ ഈ കാണുന്ന ശരീരമൊക്കെ നിങ്ങൾ വാരിത്തന്നതാ. ഉമ്മ നിങ്ങൾ വാരിത്തന്ന ഭക്ഷണം, നിങ്ങളുടെ പാല് കുടിച്ചിട്ടാ ഉമ്മ ഞാനിങ്ങനെ ആയത്. ഉമ്മ എനിക്ക് മരിക്കുന്നതിന് മുമ്പ് എൻ്റെ ഉമ്മച്ചിക്ക് ഒരു നേരമെങ്കിലും, ഒരു പ്രാവശ്യമെങ്കിലും എനിക്കൊന്ന് ഭക്ഷണം വാരിത്തരണം. എൻ്റെ ഉമ്മച്ചിക്ക് അള്ളാഹുവെ ഭക്ഷണം വാരിത്തന്ന എനിക്ക് അള്ളാഹുവിൻ്റെ അടുക്കിൽ നിന്ന് ഭക്ഷണം കഴിക്കാനുള്ള ഭാഗ്യം കിട്ടും. ഉമ്മാടെ കാൽച്ചുവട്ടിൽ കിടക്കുന്ന സ്വർഗം എനിക്ക് കിട്ടും. അതുകൊണ്ടൊരവസരം തരണേ എന്ന് യാചിച്ചിട്ടെങ്കിലും ഇന്ന് പോയിട്ട് ഉമ്മായിക്കും വാപ്പായ്ക്കും ഭക്ഷണം വാരി കൊടുക്ക്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ആയിഷ, ആ ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്ന ഒന്നാമത്തെ ഗുണം അതായിരുന്നു എന്ന് നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് പറയുമ്പോൾ പല ഉപ്പമാരുടെയും കണ്ണ് നിറയുന്നുണ്ട്, പല ഉമ്മമാരും കരയുന്നുണ്ട്. ഉസ്താദേ, എൻ്റെ വാപ്പയും ഉമ്മയും ഇല്ലാതെ പോയല്ലോ, അവർ രണ്ടുപേരും മരണപ്പെട്ടു പോയല്ലോ, എനിക്കതിന് കഴിഞ്ഞില്ലല്ലോ. വാപ്പ നിനക്ക് അങ്ങനെ തോന്നിയല്ലോ, വാപ്പ മരിച്ചുപോയ ഉമ്മാനെ നിനക്ക് ഓർമ്മ വന്നല്ലോ, മരിച്ചുപോയ നിന്റെ വാപ്പാനെ നിനക്കൊന്ന് ഓർമ്മ വന്നല്ലോ. ജീവിച്ചിരുന്നിട്ട് ഇവിടെ തിരിഞ്ഞു നോക്കാത്ത മക്കളുടെ കാലത്ത് അത് മതി, നീ അവർക്ക് വേണ്ടി ദുആ ചെയ്യ്. അള്ളാഹു അവരുടെയൊക്കെ ഖബറിടം വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അള്ളാഹുവെ, മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കളുടെ മണ്ണറ നീ മണിയറയാക്കണേ അല്ലാ. അതുകൊണ്ട് ആ ചെറുപ്പക്കാരൻ, ആ സ്വഹാബി തൻ്റെ ഉമ്മയ്ക്ക് ഭക്ഷണം വാരി കൊടുക്കുന്ന മകനായിരുന്നു എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഇന്ന് പോയി ചെയ്യൂലേ? മാതാപിതാക്കൾക്ക് ഒരു വട്ടമെങ്കിലും ഭക്ഷണം വാരി കൊടുക്കുമെന്ന് നിയ്യത്ത് ചെയ്യണ മക്കളൊക്കെ ഒന്ന് കൈവക്കിക്കേ. ഇന്നത്തെ വയല് കൊണ്ട് പ്രയോജനമുണ്ടോ നോക്കട്ടെ. ഇന്ന് കൈവക്കിക്കേ. ചില മക്കൾ പൊക്കൂല, ഞാൻ കൊടുക്കൂല, പിന്നെ ഇല്ലേ? നിങ്ങളെങ്ങനെയാ കൊടുക്കോ? മാതാവിനോ പിതാവിനോ ഒരു പ്രാവശ്യമെങ്കിലും ഞാൻ ഭക്ഷണം വാരി കൊടുക്കുമെന്ന് നിയ്യത്ത് ചെയ്യുന്നവർ കൈവക്ക്. പൊക്കിക്കോ. നീ പൊക്കിയില്ലെങ്കിൽ നാളെ നിന്റെ ഗതിയും ഇത് തന്നെയാ. നാളെ നിന്റെ ഗതിയും, നീ നിന്റെ മാതാപിതാക്കളോട് എന്ത് ചെയ്യുന്നോ അതേ നിന്റെ മക്കളും നിന്നോട് തിരിച്ചു ചെയ്യൂ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നീ ഇന്ന് നിന്റെ ഉമ്മയ്ക്ക് ഒരു നേരം ഒരു ഭക്ഷണം വാരി കൊടുക്കാൻ നീ മടി കാണിക്കുന്നു. നീ മരിക്കാൻ കിടക്കുമ്പോൾ വെള്ളം ഊരി തരാൻ പോലും നിന്റെ മക്കളുണ്ടാകില്ല. വീട്ടിൽ നീ 6-7 പെറ്റിട്ടുണ്ടെങ്കിലും നീ മരിക്കാൻ കിടക്കുന്ന സമയത്ത് വെള്ളം ഒഴിച്ചു തരാൻ ഒരെണ്ണത്തിൽ നീ ഉണ്ടെന്ന് പ്രതീക്ഷിക്കണ്ട, കരുതയും വേണ്ട. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വലം യസ്ഫിംഹാ കലാമുൻ ഖത്തു. ആ ചെറുപ്പക്കാരനുണ്ടായിരുന്ന രണ്ടാമത്തെ ഗുണം, ഉമ്മയുടെ മുന്നിൽ ശബ്ദമുയർത്തി സംസാരിക്കില്ലായിരുന്നു എന്ന് നബിയിനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. തൻ്റെ ഉമ്മാടെ മുന്നിൽ ശബ്ദം ഉയർത്തില്ലായിരുന്നു ആ ചെറുപ്പക്കാരൻ. നമ്മളാ ശബ്ദം ഉയർത്തണ പോയിട്ട് ഉമ്മാനെ ചീത്ത വിളിക്കും, തല്ലും, കിളവീനെ വിളിക്കണം. ഇതിനെന്താപ്പ ഈ പ്രായം ചെന്നവർക്ക് എന്താപ്പ വിളിക്കുക ഇവിടെ? കിളവീന്ന് തന്നെ. ചില സ്ഥലങ്ങളിൽ വേറെന്തോ പേരാ വിളിക്കാം, കിളവീനെ വിളിക്കണേ. പ്രായം ചെന്ന ഉമ്മാനെ വാപ്പാരെയും ചീത്ത വിളിക്കണം. മക്കൾ, നീ മദ്രസയിൽ പഠിച്ചതല്ലേ? അവരുടെ മുന്നിലൂടെ നടക്കരുത്, അവരുടെ മുന്നിൽ ഇരിക്കരുത്, അവരുടെ മുന്നിൽ ശബ്ദമുയർത്തരുതെന്ന് പഠിച്ചതല്ലേ? എന്ത് പറ്റി? അള്ളാന്റെ ഖുർആൻ പറഞ്ഞു, നിങ്ങൾ എന്ന് പറയുന്ന വാക്ക് അതൊക്കെ എന്നാലോചിക്ക്. നമ്മൾ വിളിക്കണതാ. അള്ളാന്റെ ഖുർആൻ പറഞ്ഞു എന്ന് പറയുന്ന വാക്ക് പോലും പറയില്ലേ എന്ന് ഖുർആൻ പറയുമ്പോ, എന്നെ കല്യാണം കഴിഞ്ഞ് 2 മക്കളായപ്പോ നീ എന്താ ആലോചിക്ക്. താത്താമാരൊക്കെ നിനക്കൊക്കെ ഇന്ന് ഭർത്താവും മക്കളും ആയി കഴിഞ്ഞപ്പോ നീ ഉമ്മാനെ ഭരിക്കാനായി പോയി. നീ ഉമ്മാനെ ഭരിക്കാൻ അല്ലേ? ഇന്ന് മക്കള് പലരും ഉമ്മാനെ ഭരിക്കുന്നവരാ. മക്കൾ മാതാപിതാക്കളോട് പറയും, വല്ലതും കഴിച്ചിട്ട് ഇവിടെ എവിടെയെങ്കിലും അടങ്ങി ഒതുങ്ങി കഴിഞ്ഞോണം. ആരോട്? ജന്മം കൊടുത്ത വാപ്പയോട്, നൊന്ത് പ്രസവിച്ച ഉമ്മയോട്. നീ അത്രയ്ക്ക് വളർന്നുപോയി. നിങ്ങൾ ആലോചിക്കേ, ഇന്ന് നിനക്ക് പൈസ ഉണ്ട്, സുന്ദരിയായ ഭാര്യയുണ്ട്, നിനക്ക് നല്ല വീടുണ്ട്. ഇതൊക്കെ എവിടെ നിന്നുണ്ടായതാ? ഇടയ്ക്കൊന്ന് പഴയ കാലം ചിന്തിക്കണം. റോഡിലൂടെ തേരാപാര തെക്കുവടക്ക് നടന്നൊരു കാലുണ്ട് ജോലിയില്ലാതെ. അന്ന് നിന്റെ ഉമ്മ, അള്ളാഹുവെ പടച്ചവരെ, പള്ളിയിലെ ഉസ്താദന്മാരെ കാണുമ്പോൾ പറയും, എൻ്റെ മോനൊരു ജോലി കിട്ടാൻ ദുആ ചെയ്യണേ ഉസ്താദെ. അന്ന് കയ്യിലുള്ളതെല്ലാം കൊടുക്കും. ഉമ്മ തഹജ്ജുദ് നിസ്കരിച്ച് വാപ്പയും ഉമ്മയും പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്ത് ഒരിക്കൽ നിനക്കൊരു വിസ കിട്ടി. അങ്ങനെ നീ ആദ്യമായിട്ട് ഗൾഫിൽ പോയപ്പോൾ ഉമ്മാടെ കാല് പിടിച്ചു പൊരുത്തം ചോദിച്ച് കെട്ടിപ്പിടിച്ചു ദുആ ചെയ്യണേ ഉമ്മ എന്ന് പറഞ്ഞ് നിറകണ്ണുകളോടെ, അന്ന് നിനക്ക് ഭാര്യയില്ല, ആരുമില്ല, നിന്നെ എയർപോർട്ടിൽ കൊണ്ടുപോയി ഉമ്മ യാത്രയാക്കി.
ഗൾഫിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ നീ വിളിച്ചിട്ട് പറഞ്ഞു, ഉമ്മ ഇവിടെ വല്ലാത്ത ചൂടാ ഉമ്മ, ഭക്ഷണം ഇല്ല ഉമ്മ, അറബി ഭയങ്കര ക്രൂരനാ ഉമ്മ, ശമ്പളം ഇല്ല ഉമ്മ. ഉമ്മ പറഞ്ഞു, മോനെ എല്ലാം ശരിയാകൂടാ, ഞാനില്ലേടാ, ഞാൻ ദുആ ചെയ്യാം മോനെ, നിനക്കൊരു ഒരു മഴത്തുള്ളി പോലെ നിന്റെ ഹൃദയത്തിലേക്ക് സമാധാനം തന്ന് നിനക്ക് ധൈര്യം തന്ന് ഉമ്മ ദുആ ചെയ്ത് അറബിയുടെ മനസ്സ് വരെ മാറ്റി നിനക്ക് നല്ല ജോലിയായി, നല്ല സാലറിയായി, അങ്ങനെ നീ നല്ല നിലയിലായി. നീ ദുആ ചെയ്യുന്നതിനേക്കാളും നിന്റെ ഉമ്മ ദുആ ചെയ്തു, അല്ലാ എൻ്റെ മോന് നല്ല ഒരു ജീവിതം കൊടുക്കണേ തമ്പുരാനെ, ഒരു നല്ല പെണ്ണിനെ, നീയൊക്കെ വിചാരിക്കുന്ന നിന്റെ ദുആ കൊണ്ടാ നിനക്കൊക്കെ നല്ല ജീവിതം കിട്ടി, നല്ലുമ്മ ഇല്ല പെണ്ണെ, നിന്റെ ഉമ്മാടെയും വാപ്പാടെയും ദുആയ, അങ്ങനെ നിനക്കൊരു നല്ല ജീവിതം കിട്ടി. ഒരു ഗൾഫുകാരനെ തന്നെ ഭർത്താവായി കിട്ടി, നിനക്ക് ഈ നാട്ടിലെ ഏറ്റവും വലിയ സമ്പന്നൻ്റെ മോളെ തന്നെ പെണ്ണായി കിട്ടി, വിവാഹമൊക്കെ കഴിഞ്ഞു. അള്ളാഹുവെ നിന്റെ ഉമ്മ പിന്നെയും ദുആ ചെയ്തു, അല്ലാ എല്ലാവർക്കും കുട്ടികളായി, എൻ്റെ മോനൊരു കുഞ്ഞിനെ കൊടുക്കണേ. നീ ദുആ ചെയ്യില്ല, നിങ്ങൾ ദുആ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ദുആ ചെയ്ത് ഉമ്മയും ബാപ്പയുമാ. അങ്ങനെ നിനക്ക് നല്ല ഒരു സന്താനത്തിനെ കിട്ടി. അത് കഴിഞ്ഞപ്പോൾ ഉമ്മ ദുആ ചെയ്തു, അല്ലാ എൻ്റെ മോന് കയറിക്കിടക്കാൻ സ്വന്തമായിട്ടൊരു വീട്. ഉമ്മാടെ ദുആ കൊണ്ട് നിനക്ക് വീടും കിട്ടി. അങ്ങനെ ഈ നാട്ടിലൊരു മനോഹരമായ വീട് വെച്ച് കഴിഞ്ഞപ്പോൾ അൽഹംദുലില്ലാ ഭാര്യയുടെ വീട്ടുകാരായി, കൂട്ടുകാരായി, ആൾക്കാരായി, ബന്ധുക്കളായി എല്ലാം ആയി കഴിഞ്ഞപ്പോൾ പാപ്പാനെയും ഉമ്മാനെയും കൊണ്ടുവന്ന് വീടിൻ്റെ അകത്ത് വെച്ചിട്ട് പറയാ, ഇനി വല്ലതും കഴിച്ചിട്ട് 2 എണ്ണം ഈ വീടിൻ്റെ അകത്ത് ഒതുങ്ങി കഴിഞ്ഞോണം. ഇത് ഖിയാമത്ത് നാളിൻ്റെ അടയാളമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. മക്കള് മാതാപിതാക്കളെ ഭരിക്കുന്നത് കണ്ട തലയിലേക്ക് ഇത് മുഴുവൻ ഇടിഞ്ഞു വീഴാൻ സമയമായെന്ന. അത്രയ്ക്ക് വളർന്നു പോയില്ലേ, നീ അത്രയ്ക്കും അങ്ങ് വളർന്നു പോയി. വാപ്പാനെ നന്മ പഠിപ്പിക്കാൻ, വാപ്പാനെ നേർമാർഗത്തിലേക്ക് കൊണ്ടുപോകാൻ നീ അത്രയ്ക്കും വളർന്നുപോയി. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് ഉമ്മാടെ ജോലി എന്തെന്നറിയോ? ഞാനിത് പറയുമ്പോൾ നിങ്ങളിൽ പലർക്കും ഇഷ്ടപ്പെടില്ല, സത്യമാണ് ഞാൻ പറയുന്നത്. ഇന്ന് ഉമ്മമാരുടെ ജോലി എന്താ? ഗൾഫിൽ പോയി നല്ല നിലയിലായപ്പോൾ ഉമ്മ പറഞ്ഞു, മോനെ എന്നെ ഒന്ന് കൊണ്ടുപോടാൻ, ഞാൻ അറബി. ഉമ്മ അവിടെ വിസ ഒന്നുമില്ല, റൂമൊന്നുമില്ല, എന്തൊക്കെയാ പരാതിയില്ലേ? ഉമ്മ എത്രയോ കാലം കൊണ്ട് ചോദിക്കുന്നു ഒന്ന് കൊണ്ടുപോകാൻ, ഉമ്മയെ കൊണ്ടുപോകില്ല. പക്ഷെ പെണ്ണ് കെട്ടി 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഓളെ അങ്ങ് കൊണ്ടുപോയി. അപ്പോൾ വീടും വന്നു, വിസായും വന്നു, എല്ലാം വന്നു. വേണ്ടാന്ന് ഞാൻ പറയണില്ല, നല്ല കാര്യം. ഭാര്യയും ഭർത്താവ് ഒരുമിച്ച് ജീവിക്കണം, അതങ്ങനെ തന്നെ. പെണ്ണ് കെട്ടി 3 കൊല്ലം 4 കൊല്ലം ഗൾഫിൽ പോയി കിടന്നിട്ട് വരുന്ന കാര്യമില്ലല്ലോ. അപ്പം നീ നിന്റെ ഭാര്യ അവിടെ കൊണ്ടുപോയി. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഒരു ദിവസം മോൻ പ്രത്യേകം ഉമ്മായോട് വലിയ സ്നേഹം വിളിച്ചിട്ട് പറയണം, ഉമ്മ വിസയൊക്കെ റെഡിയായിട്ടാ, ഉമ്മച്ചി വരണേ. ഉമ്മ എല്ലാവരോടും പറയാൻ തുടങ്ങി, എൻ്റെ മോൻ എന്നെ ഗൾഫിൽ കൊണ്ടുപോകാം, എൻ്റെ മോൻ എന്നെ മറന്നില്ല, വലിയ സ്നേഹവാ. ഉമ്മ ഇങ്ങനെ പറഞ്ഞ് അവസാനം ദുആയൊക്കെ ചെയ്തിട്ട് ഉമ്മ ഫ്ലൈറ്റിൽ കയറി ആദ്യമായിട്ട് അങ്ങ് പോയി. എയർപോർട്ടിൽ പോയി ഇറങ്ങി. മകൻ തൻ്റെ വണ്ടിയുമായി വന്നു, ഉമ്മാനെ വിളിച്ചു, ഫ്ലാറ്റിൽ കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോഴാണ് ഉമ്മായിക്ക് കാര്യം മനസ്സിലായത്. ഇവൻ ഉമ്മാനെ കൊണ്ടുപോയത് ഉമ്മായോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല, ഇവൻ്റെ ഭാര്യ ഗർഭിണിയാ, പ്രസവിക്കാറായി, പേരെടുക്കാൻ കൊണ്ടുപോയതാ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. കാരണം വേറെ ഒരുത്തിയെ വിളിച്ച പൈസ കൊടുക്കണം, ഈ തള്ളയ്ക്കാകുമ്പോൾ തിന്നാൻ വല്ലതും കൊടുത്താൽ മതി, ഒരു പ്രശ്നമില്ല. ഞാൻ പറഞ്ഞത് സത്യമാണ്, നിങ്ങൾ ചിന്തിക്ക്. പല ഉമ്മമാരുടെയും ജോലി ഇന്ന് പേരെടുക്കല. ഇത് തന്നെ. അല്ലെങ്കിൽ തൻ്റെ മരുമോളുടെ മക്കളെ നോക്കൽ, ഇതന്നെ. പല ഉമ്മമാരുടെയും ജോലി ഇന്ന് അത് തന്നെ. ഇവളുമാരിങ്ങനെ പോകും, ഉമ്മ മക്കളെ നോക്കി വീട്ടിയിരുന്നോണം, അവർക്ക് നോക്കാൻ സമയമില്ല. വീട്ടിലെ വേലക്കാരിയുടെ ജോലിയായി ഉമ്മയ്ക്ക്. കാരണം അവള് തമ്പുരാട്ടിയാണ്, കാലിൻ്റെ മുകളിൽ കാലം കയറ്റി അവിടെ ഇരുന്ന് ഓർഡർ ഇട്ടാൽ മതി, ജഡ്ജിയെ പോലെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, പിന്നെ വാപ്പ നല്ല പോസ്റ്റിലാട്ടാ, വാപ്പ നല്ല ഹൈ ലെവലാ, VVIP. ഇവിടെ ഒരു വീട് കെട്ടിയിട്ടിട്ടുണ്ട്, അവനും പെണ്ണും പിള്ളയ്ക്കും താമസിക്കാൻ വേണ്ടി 2 നിലയുള്ള കൊട്ടാരം, 5-6 റൂം. എന്നിട്ട് ഇവൻ ഗൾഫിലാ, ഭാര്യയും മക്കളും ഇവിടെ. വൈകുന്നേരം ആകുമ്പോൾ വാപ്പാനെ വിളിച്ചിട്ട് പറയും, ഒന്ന് പോയി കാവല് കിടന്നേക്കണം കേട്ടാ, ആ വീടിന് ATM-ന് കാവലിരിക്കണം പോലെ. വാപ്പാടെ ജോലി ഇന്ന് മക്കളുടെ വീടിന് കാവല് കിടക്കല. എന്നാൽ വയസ്സാം കാലത്ത് ആ ഭാര്യയ്ക്കും ഭർത്താവിനും ഒരുമിച്ച് കിടക്കാൻ പറ്റുമോ? നിങ്ങൾ ആലോചിക്ക്. ആ ഭാര്യയ്ക്കും ഭർത്താവിനും വയസ്സാം കാലത്ത് താങ്ങും തണലുമാകേണ്ട പ്രായത്ത് ആരാരുമില്ല, മക്കളുമില്ല, കൂടപ്പുറപ്പുമില്ല, ആരുമില്ല, ആരോഗ്യവുമില്ല. ആ രോഗം പിടിച്ച് കിടക്കുന്ന സമയത്ത് വാപ്പയ്ക്കും ഉമ്മയ്ക്കും ഒരു റൂമിൻ്റെ അകത്ത് കിടന്ന് പരസ്പരം ഒന്ന് പഴയ കാര്യങ്ങളൊക്കെ പറയാനും പരാതികൾ പറയാനും അവർക്കൊന്ന് സമാധാനിക്കാൻ അതിനും നമ്മൾ അനുവദിക്കൂല. അത്രയും വലിയ ദ്രോഹികളായി ഇന്നത്തെ മക്കൾ. സ്വന്തം വാപ്പാനെ ഉമ്മാനെ ഒരു റൂമിൻ്റെ അകത്ത് കിടക്കാൻ പോലും അനുവദിക്കാത്ത അക്രമികാരികളായ മക്കളുടെ കാലവാ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾക്കും ഭരിക്കണമെങ്കിൽ വീട്ടിൽ നിന്റെ പെണ്ണും പിള്ളയുണ്ട്, അവിടെ പോയി ഭരിക്ക്. നിന്റെ രക്തത്തിൽ പിറന്ന നിന്റെ മക്കളുണ്ട്, നീ അവരെ ഭരിക്ക്. നിന്റെ വാപ്പാനെയും ഉമ്മാനെയും ഭരിക്കാൻ നീ വളർന്നിട്ടില്ല. ഉള്ള കാര്യം ഞാൻ പറയാം നിങ്ങളോടും. നീ എത്ര വലിയ കോടീശ്വര അംബാനിയുടെ മോളായാലും ഭാര്യയായാലും നിന്റെ ഉമ്മാനെ ഉപ്പാനെയും നീ അവരുടെ മുന്നിൽ നിന്റെ ശബ്ദം ഉയർത്തിയ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാ നിന്റെ നാവ് പൊങ്ങുമെന്ന് നീ സ്വപ്നത്തിൽ പോലും കരുതണ്ട.
ആ നാവ് കൊണ്ട് എന്തായാലും നിനക്ക് പറ്റൂല. ഉമ്മാനെ ഉപ്പാടെയും മുന്നിൽ നിന്റെ നാവ് ഉയരരുത്, നിന്റെ ശബ്ദം ഉയരരുത്. നിന്റെ ശബ്ദം താഴ്ത്തിയിട്ട് നിന്റെ പവറും നിനക്ക് നിന്റെ ഭർത്താവിനോട് കാണിച്ചോണം, നിന്റെ മക്കളോട് കാണിച്ചോണം. അല്ലാതെ നിന്റെ വാപ്പാടെയും ഉമ്മാടെയും നെഞ്ചത്ത് കയറാൻ നീ നിന്ന അള്ളാഹു നിങ്ങളെയൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഈ പ്രതിഫലം നിനക്ക് വേണോ? ഈ പ്രതിഫലം നിനക്ക് വേണോ? അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, സ്വഹാബ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയോട് പറഞ്ഞു, വലം യസ്ഫിമാ കലാമുൻ ഖത്തു. ആ ചെറുപ്പക്കാരൻ തൻ്റെ ഉമ്മയുടെ മുന്നിൽ ശബ്ദമുയർത്താത്ത മകനായിരുന്നു എന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൂന്നാമത്തെ കാര്യം അവിടെ നിന്ന് പറഞ്ഞു, ഹത്താ കാന യസ്അലു മൻ ഇൻദഹ ബഅദ അൻ യഖ്റുജ മാദാ ഖാലതു ഉമ്മി. തൻ്റെ ഉമ്മാനെ കാണാൻ ആരെങ്കിലും വന്നിട്ട് തിരിച്ചു പോകുമ്പോൾ, ഉമ്മയെ കാണുന്നതിന് വേണ്ടി വീട്ടിലേക്ക് ആരെങ്കിലും വന്നിട്ട് തിരിച്ചു പോകുമ്പോൾ ഈ ചെറുപ്പക്കാരെ ഉമ്മ കാണാതെ ഇറങ്ങിപ്പോകും. ഈ ചെറുപ്പക്കാരെ ഉമ്മ കാണാതെ ഇറങ്ങിപ്പോകും. എന്നിട്ട് ആ പോകുന്നവരോട് ചോദിക്കും, എൻ്റെ ഉമ്മ വല്ല പരാതിയും പറഞ്ഞോ? എൻ്റെ വീടിൻ്റെ അകത്ത് ഉമ്മയ്ക്ക് വല്ല കുറവുണ്ടോ? ഉമ്മ എന്നോടൊന്നും പറയാറില്ല. എൻ്റെ ഉമ്മയ്ക്ക് എന്തെങ്കിലും കുറവുണ്ടോ, വല്ല വിഷമമുണ്ടോ, ഒന്ന് പറ, ചെയ്തു കൊടുക്കാനാ. അള്ളാഹുവേ, തൻ്റെ വീട്ടിൽ വന്ന് ഉമ്മാനെ കണ്ടിട്ട് പോകുന്നവരുടെ പുറകെ നടന്ന് ചോദിച്ചറിഞ്ഞ് അത് ചെയ്തു കൊടുക്കുമായിരുന്നു എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, വീട്ടിൽ വന്നിട്ട് പോകുന്നവരോടൊന്നും ചോദിക്കാൻ പോണ്ട, ഉമ്മ പറയുന്നതെങ്കിലും ഒന്ന് വാങ്ങിക്കൊടുത്താൽ മതി, അത്രയേ ഉള്ളൂ. ഉമ്മായും വാപ്പായും പറയുന്ന കാര്യങ്ങളെങ്കിലും, മോനെ പ്രഷറിൻ്റെ ഗുളിക തീർന്നു പോയടാ, ഇത്തിരി വാങ്ങിത്താ. എന്താ നിങ്ങളിപ്പോൾ ചോറിന് പകരം പ്രഷറിൻ്റെ ഗുളിക തിന്നണേ? നമ്മൾ ചോദിക്കണ ചോദ്യം അതാ. 150 രൂപ അല്ലെങ്കിൽ 60 രൂപയുടെ മാത്രം വിലയുള്ള ഒരു ടാബ്ലറ്റ് വാങ്ങിത്തരാൻ പറയുമ്പോൾ പോലും നമ്മൾ ചോദിക്കും, ചില മക്കൾ ചോദിക്കും, ഇപ്പം ചോറല്ലേ തിന്നണേ, എന്താ ഇതെങ്ങനെ വാരി തിന്നണേ, എന്താ ഈ പൈസ എവിടെ നിന്ന് വരുന്നയാ ചോദിക്കാ. 150 രൂപയുടെ ഒരു ഗുളിക വാങ്ങിക്കൊടുക്കാൻ നന്നാവോ ഉമ്മ? നന്നാവോ? നീ പോയി നിന്റെ ഉമ്മാനെ കണ്ടിട്ട് എത്ര നാളായി? നിനക്കിന്ന് വീടായി ഭർത്താവൊക്കെ ആയി കഴിഞ്ഞപ്പോൾ പെറ്റ തള്ളയെ പോയി നോക്കാൻ ഒരു ദിവസം നിന്റെ ഉമ്മാന് ഹിദ്മത്ത് ചെയ്യാൻ നിനക്ക് വയ്യ. നിന്റെ മക്കള് നിനക്ക് ഹിദ്മത്ത് ചെയ്യാൻ കാത്തിരുന്നു. നിന്റെ മക്കള് നിന്നെ പൊന്നും പോലെ സ്വർണ്ണക്കട്ടയിലിട്ട് വളർത്തുമെന്ന് നീ വിചാരിച്ച? പെറ്റ തള്ളയെ തിരിഞ്ഞു നോക്കാത്ത, സ്വന്തം വാപ്പാനോട് ഒരു കരുണയും ഒരു പരിഗണനയും കാണിക്കാത്ത നിനക്ക് നിന്റെ ഭർത്താവും മക്കളും മതി. അവരാ നിന്റെ ലോകം. പ്രായം ചെന്നവരൊക്കെ എന്ത് ചെയ്യാനില്ലേ? എൻ്റെ പൊന്നു പെങ്ങളെ, നാളെ നിന്റെ ഗതിയും ഇത് തന്നെയാ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, അവർക്ക് വേണ്ടി ദുആ ചെയ്യേണ്ട, അവർക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യേണ്ട ഒരു മജ്ലിസാണ് ഈ മജ്ലിസ്, മാസമാണ് ഈ മാസം. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. നമ്മളെയൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ട്, ഞാനൊക്കെ എൻ്റെ ജീവിതത്തിൽ എപ്പോഴും, വല്ലാതെ എനിക്കിപ്പോഴും ദുഃഖമുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട പിതാവ് ഷാബാൻ 25 കഴിഞ്ഞ ആഴ്ചയായിരുന്നു എൻ്റെ ഉപ്പ മരണപ്പെട്ടു പോയതിൻ്റെ ആണ്ട്. വലിയ വേദനയുണ്ട്. ആ മനുഷ്യന് ഒരു ദിവസം പോലും ഖിദ്മത്ത് ചെയ്യാൻ എനിക്ക് ഭാഗ്യം കിട്ടിയിട്ടില്ല. കാരണം ഞാൻ പഠിച്ചിറങ്ങിയതിൻ്റെ 3-ന്റെ അന്നാ എൻ്റെ വാപ്പ മരണപ്പെട്ടു പോയത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, മക്കൾ, ഞങ്ങളുടെ മാതാപിതാക്കളെ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊക്കെ ജീവിച്ചിരിക്കണ കാലത്തല്ലേ ഉള്ളൂ. നിങ്ങൾ ചിന്തിച്ചാൽ മതി, നമ്മളെ മോനേന്ന് വിളിക്കാൻ നമ്മുടെ ഉമ്മയല്ലേ ഉള്ളൂ. എത്ര രോഗം പിടിച്ച് കിടക്കുകയാണെങ്കിലും രാത്രി വീട്ടിൽ കയറി ചെല്ലുമ്പോൾ, അല്ലാ എൻ്റെ മോൻ വന്നോ, അതൊരു വല്ലാത്ത ചോദ്യമാണ്. ഉമ്മ നമ്മളെ വഴക്ക് പറഞ്ഞാലും നമ്മൾ തിരിച്ചൊന്നും പറയൂല, സന്തോഷം. വീട്ടിൽ രാത്രി 12 മണിക്ക് കയറി ചെല്ലുമ്പോൾ നമ്മുടെ ഭാര്യ ചോദിക്കും, ഇത്രയും നാൾ എവിടെ പോയിരുന്നു? വഴക്ക് പറഞ്ഞാൽ നമുക്ക് ദേഷ്യം വരും. എന്നാൽ ഉമ്മ ചോദിക്കും, ഉറക്കവും ഇല്ല, തിന്നാതെ ഇങ്ങനെ നടക്കായില്ലേടാ. അത് പറയുമ്പോഴും മനസ്സിൽ വല്ലാത്തൊരു കുളിർമയാണ്. ഉമ്മ വഴക്ക് പറഞ്ഞാൽ അതിലൊരു സന്തോഷമാണ്. അവസാനം ആരുറങ്ങിയാലും, നമ്മുടെ ഭാര്യ ഇറങ്ങിയാലും ഉമ്മ ഉറങ്ങൂല. എൻ്റെ മോനെ കണ്ടില്ലല്ലോ എന്ന് നമ്മുടെ ഉമ്മമാർ കാത്തിരിക്കും. എൻ്റെ പ്രിയമുള്ളവരെ, അങ്ങനെയുള്ളവരെ നമ്മൾ ഒരിക്കലും വേദനിപ്പിക്കരുത്. നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ അവരെ ദ്രോഹിക്കരുത്. നിനക്ക് ചെയ്യാൻ കഴിയുമെങ്കിൽ നീ ചെയ്യ്, സഹായിക്കാൻ കഴിയുമെങ്കിൽ നീ, ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ ആ പാവങ്ങളെ കണ്ണുനീര് കുടിപ്പിക്കരുത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, മാതാപിതാക്കൾക്ക് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുമോ അത്രയും നല്ല കാര്യങ്ങൾ. മരണപ്പെട്ടു പോയവർ നമ്മൾ ഒരിക്കലും മറക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, റമളാൻ മാസമാണ്, മുത്തുനബി പറഞ്ഞു, മരണപ്പെട്ടവരുടെ ആത്മാക്കൾ വെള്ളിയാഴ്ച രാവിലെ വീടിൻ്റെ മുകളിൽ വരുമെന്ന. വീടിൻ്റെ മുകളിൽ വന്നിട്ട് അവർ പറയും, മക്കളെ, ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടിൻ്റെ അകത്താടാ നീ താമസിക്കണേ, എൻ്റെ വസ്ത്രമാ നീ ധരിച്ചിരിക്കണേ, എൻ്റെ പണത്തിലാ നീ പൊളിച്ചു നടക്കുന്നത്. മക്കളെ, എൻ്റെ കടമൊന്ന് വിട്ടടാ. മരിച്ചുപോയവരുടെ ആത്മാക്കൾ ആകാശത്ത് വീടിൻ്റെ മുകളിൽ വന്നിട്ട് പറയുമത്രേ, കടം വീട്ടാതെ വന്ന മക്കള്, മാതാപിതാക്കള് സദക്ക കൊടുക്കാൻ മനസ്സ്, മാതാപിതാക്കൾക്ക് വേണ്ടി സദക്ക കൊടുക്കാത്ത മക്കളുടെ കാലവാ. അവർ പറയുമത്രേ, മോനെ, നിനക്ക് പൈസ കൊടുക്കാൻ മടിയാണെങ്കിൽ 2 റക്അത്ത് നിസ്കരിച്ചിട്ട് എനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യടാ എന്ന്
മരിച്ചുപോയവർ പറയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മാതാപിതാക്കളുടെ മണ്ണറ അല്ലാഹു മണീറയാക്കി കൊടുക്കുമാറാകട്ടെ. അല്ലാഹു അവരുടെ ഖബറിടം വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതകാലം മുഴുവനും നമുക്ക് അവർക്ക് വേണ്ടി എന്ത് ചെയ്താലും അവർ നമുക്ക് വേണ്ടി സഹിച്ചതിൻ്റെ ഒരു ദിവസത്തെ രാത്രിയുടെ പോലും ആകൂല. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ ഞാൻ ദുആ ചെയ്യുകയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട്, പാവപ്പെട്ട രോഗികൾ, ആരാരുമില്ലാത്ത ഡയാലിസ് എന്ന് പറയുന്ന വല്ലാത്തൊരു അവസ്ഥ, അൽഹംദുലില്ലാ, അങ്ങനെ കഷ്ടപ്പെടുന്ന ഒരു കുടുംബത്തിനൊരു താങ്ങാകാൻ നിങ്ങളെ കൊണ്ട് കഴിയുമോ? നിങ്ങളെ കൊണ്ട് കഴിയുന്ന എന്തെങ്കിലും സഹോദരി, നിന്റെ ശരീരത്ത് കിടക്കുന്ന സ്വർണ്ണമൊക്കെ നിന്റെ വാപ്പാടെ വിയർപ്പല്ലേ? നിന്റെ വാപ്പയുടെ രക്തം വിയർപ്പാക്കിയതല്ലേ? ആ മനുഷ്യൻ നിന്നെ കഷ്ടപ്പെട്ട്, എത്ര കഷ്ടപ്പെട്ടിട്ടാണ് നിന്നെ വളർത്തിയെ, നിനക്കൊരു നല്ല ജീവിതം ഉണ്ടാക്കി തന്നത്. പക്ഷേ ഇന്ന് നിനക്ക് തിരിച്ചൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും എൻ്റെ പ്രിയപ്പെട്ട സഹോദരി, നിന്റെ ഉപ്പയുടെ 6 അടി മണ്ണ് സ്വർഗമാക്കാൻ നിനക്ക് കഴിയില്ലേ? നിന്റെ ഉപ്പാടെയും ഉമ്മാടെയും മണ്ണറ മണിയറയാക്കാൻ നിനക്ക് കഴിയില്ലേ? എൻ്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ പാവപ്പെട്ടവരെ പരിചയപ്പെടണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. നിങ്ങൾ പാവപ്പെട്ടവരെ പരിചയപ്പെടണം. ഈ നാട്ടിലെ പണക്കാരാണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ ഈ നാട്ടിലെ പാവങ്ങളാരാ? ഈ നാട്ടിലെ പാവപ്പെട്ടവനാരാ നമുക്കറിയില്ല. എല്ലാവർക്കും പണക്കാരെയാണ് പരിചയം. എങ്കിലും മുത്തുനബി പറഞ്ഞത്, നിങ്ങൾ പാവപ്പെട്ടവരെ പരിചയപ്പെടണേ, നിങ്ങൾക്ക് പ്രയോജനമുണ്ടാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു ഗതിയും പരഗതിയുമില്ലാതെ ഒരു ആഴ്ചയും അല്ലാഹുവേ പടച്ചവനെ എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരുപാട് രോഗികളുണ്ട്. ആ രോഗികൾക്കൊരു താങ്ങാകാൻ വേണ്ടിയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ, നാളെ പരലോകത്ത് കടന്നു ചെല്ലുമ്പോൾ സ്വഹാബികൾ നബിയോട് ചോദിച്ചു, പാവപ്പെട്ടവനെ പരിചയപ്പെട്ടാലുള്ള പ്രതിഫലം എന്താ? പാവപ്പെട്ടവനെ പരിചയപ്പെട്ടാലുള്ള പ്രതിഫലം എന്താ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നാളെ പരലോകത്ത് നിൽക്കുമ്പോൾ ഈ പാവപ്പെട്ടവരോട് അല്ലാഹു പറയുമത്രേ, നിനക്കിഷ്ടമുള്ളവരെ നീ സ്വർഗത്തിൽ കൊണ്ടുപോ, നിന്നെ സഹായിച്ചവരെ നീ സ്വർഗത്തിലേക്ക് കൊണ്ടുപോ. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നാളെ പരലോകത്ത് വെച്ചിട്ട് ഈ പാവപ്പെട്ടവരോട് അള്ളാഹു പറയും, നിങ്ങളെ സഹായിച്ച നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ നിങ്ങൾ സ്വർഗത്തിലേക്ക് കൊണ്ടുപോ, അവർക്ക് ശഫാഅത്ത് ചെയ്യാനുള്ള അർഹത അള്ളാഹു കൊടുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, അള്ളാഹു ഒറ്റ പ്രതിഫലം നിനക്ക് വാഗ്ദാനം ചെയ്തു. അള്ളാഹു ഒരേ ഒരു പ്രതിഫലം നിനക്ക് വാഗ്ദാനം ചെയ്തു. നിന്റെ കയ്യിൽ കിടക്കുന്ന സ്വർണം ഈ നാട്ടിലെ ഏതെങ്കിലും ഒരു കിഡ്നി തകർന്നു പോയ ഒരു രോഗിക്ക് ഒരാഴ്ചയിലെ മരുന്ന് വാങ്ങാനുള്ള പൈസയായ ഉമ്മാ, നിനക്ക് അല്ലാഹു തന്ന പ്രതിഫലം നീ മരിക്കുമ്പോൾ സ്വർഗം കണ്ടട്ടെ മരിക്കൂ എന്ന് അല്ലാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. കണ്ണ് തെള്ളി വായിലൂടെ പതയും നുരയും ഒലിപ്പിച്ച് മുഖം കറുത്ത് കിടന്ന കിടപ്പി കിടന്ന് ചാകണ്ടവളല്ല ഉമ്മ നീ. നീ നല്ലതുപോലെ വെള്ളിയാഴ്ച രാവിലെ ചിരിക്കുന്ന മുഖത്തോടെ മുഖം പ്രകാശിച്ച് കാണാൻ വരുന്നവരെ കൊതിപ്പിച്ചിട്ട് മരിക്കണം ഉമ്മ. അതിന് നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അള്ളാഹു പറഞ്ഞു നിനക്ക് നല്ല മരണം തരാമെന്ന്. നിനക്ക് വേണമെങ്കിൽ ഒരു സദഖ കൊടുക്ക്, അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.